ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സൈക്കോളജിയുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ തലങ്ങളിലും, സോഷ്യൽ തലത്തിലും അതുപോലെ തന്നെ പേഴ്സണൽ തലങ്ങളിലും ഫാമിലി തലങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിയുടെ ആസ്പെക്റ്റ് ആണ് ഇന്ന് ജോഷ് സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടായിട്ട് നമുക്കിതിനെ കാണുകയും ചെയ്യാം. ഇന്നത്തെ വിഷയം സൈക്കോളജി ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ. ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് ജോഷ് സാറാണ്. ജോഷ് സാറ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റീജിയണൽ മാനേജർ തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം സൈക്കോളജി എന്ന തലത്തിൽ വളരെയധികം പഠനങ്ങൾ നടത്തി, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ സൈക്കോളജിയുടെ PG ഒക്കെ ചെയ്യുന്നു. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ KT ജോഷി സാറിനെയും. ജോഷി സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir. Am I audible? Yes, sir. ആദ്യമായിട്ട് എൻ്റെ പേര് KT ജോഷി. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു 10 മേലെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് മുമ്പ്. എല്ലാം സാബു സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രേസ് കൊണ്ടാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. സാറ് പറഞ്ഞു ഞാൻ ഇൻഷുറൻസ് ഫീൽഡിലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ റീജിയണൽ മാനേജറായിരുന്നു. ചെന്നൈയിൽ, തമിഴ്നാട് ആയിരുന്നു. അതുപോലെ പിന്നീട് കേരളത്തിലെ റീജിയണൽ മാനേജറായിരുന്നു. അതിന് റിട്ടയറായി PhD ചെയ്തു. അതിനുശേഷം മാനേജ്മെന്റിൽ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു അടുപ്പം കൊണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു അഡ്വൈസ് കൊണ്ട് ഞാൻ സൈക്കോളജിയുടെ ഇതിലേക്ക് പതുക്കെ കടന്നു. ഇപ്പം ICTA കളമശ്ശേരിയിൽ DTA ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ വീണ്ടും കുറച്ച് സൈക്കോളജിക്ക് നീങ്ങാന്ന് വെച്ചൊരു MA സൈക്കോളജിയിലെ ഒരു ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് സാബു സാറിന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്തതിന് നന്ദി പറയുകയാണ്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട സമയമൊക്കെ ചിലവാക്കി എന്നെ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ആദ്യം വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാവരും നന്ദി പറയുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സൈക്കോളജി ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഉണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ടേംസിലുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഉണ്ട്. അപ്പോൾ അതായിട്ടുള്ളൊരു ചെറിയൊരു കമ്പാരറ്റീവ്, അത് രണ്ടും എങ്ങനെയാണ് വരുന്നത്, അത് രണ്ടും ഒരുപോലെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിൻ്റെ കോൺസെപ്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയുക. ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ട്, അപ്പോൾ ഞാനത് ഇവിടെ ഷെയർ ചെയ്യാം. എൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ, കാണാം. യെസ്. സ്ലൈഡ് ഷോയിൽ ഫുൾ സ്ക്രീൻ ആയി. ഉണ്ട്. ഞാൻ മുമ്പ് അതിൽ കുറേ മെസ്സേജുകൾ അത് കിടപ്പുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാം. അത് ശരിയാകില്ലല്ലോ. അതെ. ഓക്കെ, വന്നല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇത് സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ ജനറൽ ടേംസിലും ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും പല സ്ഥലത്തും പല മാനേജ്മെന്റ് ബുക്സിൽ ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, സൈക്കോളജി ബുക്കുകളിൽ ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പോകുന്നു, അതുപോലെ കുറച്ച് ഇതിലെ കുറച്ച് കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിനെ പറ്റി പലപ്പോഴും കേൾക്കുന്നതാണ്. പലരും മെസ്സേജുകളിൽ, ഗുഡ് മോർണിംഗ്സിൽ ഞാൻ എനിക്ക് തന്നെ 2-3 ആറ്റിറ്റ്യൂഡിനെ പറ്റി കിട്ടേണ്ടത്. അത് അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാവരും ഉപയോഗിച്ച് ചിലയിടത്ത് അത് മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിഥിങ്.
ജെഫ് കെല്ലറുടെ. ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നത് ബൈജു സാർ എടുത്തിട്ടുണ്ട് ഈ ക്ലാസ്. ഒരിക്കൽ ഈ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുള്ള ക്ലാസ്. വളരെ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്ന ചിലതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മാനേജ്മെന്റിന്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം, ജോൺ സി മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ആ ഒരു കൊട്ടേഷൻ ഇതാണ്: പീപ്പിൾ മേ ഹിയർ യുവർ വേർഡ്സ് ബട്ട് ദേ ഫീൽ യുവർ ആറ്റിറ്റ്യൂഡ്. വെറുതെ കേട്ടു പോകുന്നതല്ല, ഒരു ഫീൽ ചെയ്യുന്ന പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ. അതുപോലെ ടോം ബ്ലാൻഡിയുടെ ഒരു കൊട്ടേഷൻ, അവർ ആറ്റിറ്റ്യൂഡ്സ് കൺട്രോൾ അവർ ലൈഫ്സ്. അതുപോലെ അഗെയിൻ വിൻസ്റ്റൺ ചർച്ചിൽ, നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം അലൈഡ് ഫോഴ്സ് തോൽക്കുന്നിടത്തുനിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ ഗംഭീര ആറ്റിറ്റ്യൂഡുള്ള പുള്ളിക്കാരനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ആറ്റിറ്റ്യൂഡ് ഇസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. ക്ലെമൻ ആറ്റ്ലി അന്ന് വിറച്ചുപോയി, അന്ന് ജർമ്മൻ ബോംബ് വന്ന് വീഴുമ്പോൾ അദ്ദേഹം വിറച്ചുപോയി. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹം വന്നത് ഏറ്റെടുക്കുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് ഹൗ ഇറ്റ്സ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ഞാൻ പറയുമ്പോൾ ഒരു ചെറിയ ഒരു കഥ, ഒരു ട്രെയിനിങ്ങിൽ ഉണ്ടായ ഒരു കഥയാണ്. കഥയല്ല, സംഭവം എന്നാണ് ഒരു പറയുന്നത്. നോക്കാം. US ഒരു ട്രെയിനിങ് ഒരു മറ്റേ ആളുകളെ ക്ഷണിച്ചിരിക്കുകയാണ്. അവര് ട്രെയിനിങ് കോളേജിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു ബാനർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടുഡേ ദ പേഴ്സൺ ഹു ഹാസ് ബീൻ ബ്ലോക്കിംഗ് യുവർ ഗ്രോത്ത് ഇൻ ദിസ് കമ്പനി പാസ്റ്റ് അവേ. പ്ലീസ് ജോയിൻ us ഫോർ ഫ്യൂണറൽ ഇൻ ഹാൾ നമ്പർ 1. അതായിരുന്നു ആ ബോർഡ്. അപ്പോ ഈ കേട്ടവരൊക്കെ വിചാരിച്ചു ഏതോ അവരുടെ ഒരു കൊള്ളീഗ് മരിച്ചു പോയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും എഴുതിക്കുന്നത്. വേറെ ഇത് വിചാരിച്ചു, അങ്ങനെയല്ല, ആരോ നമ്മുടെ ഗ്രോത്ത് ബ്ലോക്ക് ചെയ്ത ഒരാൾ മരിച്ചുപോയി. ചിലർക്ക് സന്തോഷമായി, ചിലർക്ക് ദുഃഖമായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഗ്രോത്ത് ബ്ലോക്ക് ചെയ്യുന്ന ആളല്ലേ, അത് മരിച്ചു പോയല്ലോ. അങ്ങനെ സന്തോഷിച്ചിരുന്നവർ അതിലുണ്ടായിരുന്നു. അങ്ങനെ അവർ അവസാനം ഈ റൂം നമ്പർ 1 വന്ന് കോഫി കണ്ടപ്പോഴേ അവിടെ മിറർ ഉണ്ടായിരുന്നു. ആ മിററിൽ നോക്കിയപ്പോഴേ ഓരോരുത്തർ നോക്കുമ്പോൾ അവരുടെ ഇമേജാണ് കാണുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ എഴുതിയിരിക്കുകയാണ്, there is only one person who is capable of blocking your growth, it is you. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അധപ്പതനത്തിന്റെയോ നിങ്ങൾ ഗ്രോത്ത് ബ്ലോക്ക് ചെയ്ത ആള്. അതുകൊണ്ട് യുവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ ബ്ലോക്കിംഗ് യുവർ സക്സസ്. അതാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, രണ്ടു തരത്തിൽ. ഇപ്പോൾ കോഴിമുട്ട പുറത്തുനിന്ന് ഇങ്ങനെ തട്ടുകയാണെങ്കിൽ, കോഴിമുട്ട തട്ടി ഉടക്കുകയാണെങ്കിൽ, അത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന തട്ടിയാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് ഈ കോഴിമുട്ട ഉള്ളിൽ നിന്നാണ് ആ തട്ട് വരുന്നതെങ്കിൽ അത് ഒരു ജീവൻ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത്, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മൾ ഇൻസൈഡ് ഔട്ട് എന്ന് പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മളുടെ ആ ചേഞ്ച് വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ട്രെയിനിങ്, എനിക്കറിയില്ല, നമ്മൾ ഇപ്പോൾ സീനിയർ സിറ്റിസൺസിനോട് ഈ ചേഞ്ചിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ബേസിക്കലി ക്ലാസ് എടുക്കാറ് കുറച്ച് കോളേജ് ലെവലിലുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ചില സ്ലൈഡ്സിൽ വന്നുപെട്ടിട്ടുള്ളത്. നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ കാരോൾ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് റൈറ്റർ ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റാണ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം 2 തരത്തിലുള്ള മൈൻഡ് സെറ്റിനെ പറ്റി പറയും. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, പിന്നെയുള്ളത് ഫിക്സഡ് മൈൻഡ് സെറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ വ്യത്യാസം, നമുക്ക് ഏതാണ്ട് മനസ്സിലാകാം. ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ വിഭാഗക്കാർ പറയുന്നത്, ആ കാറ്റഗറിയിലെ ആൾക്കാർ പറയുന്നത്, നമ്മുടെ എബിലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നേരെ ഫിക്സഡ് മൈൻഡ് സെറ്റ് പറയുന്നത്, ഞങ്ങളൊക്കെ റിട്ടയറായി, പോലീസിനോ ഇവിടുത്തെ റിട്ടയർ, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ 7 മണിക്ക് ഈ സമയം കളഞ്ഞ് ഇവിടെ വന്നിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ, അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറയുന്നത്. ഫിക്സഡ് മൈൻഡ് സെറ്റ് പറയുന്നത്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, റിട്ടയറായി, ഇനി പതുക്കെ നമുക്ക് വാനപ്രസ്ഥം, പതുക്കെ അങ്ങോട്ട് പരലോകത്തേക്ക് പോകാനുള്ള വഴി നോക്കി നടക്കുകയാണ് നല്ലത്, പ്രാർത്ഥന അല്ലെങ്കിൽ ഇതൊക്കെ ചൊല്ലി അമ്പലത്തിലൊക്കെ പോയി കഴിയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരോളൊക്കെ പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും റിവാർഡുകളൊക്കെ കൊടുക്കും. കാരോളൊക്കെ പറയുന്നത്, നിങ്ങൾ ടാലൻസ്, എബിലിറ്റി, കേപ്പബിലിറ്റീസിനൊന്നുമല്ല നിങ്ങൾ റിവാർഡ് ചെയ്യേണ്ടത്. നിങ്ങൾ റിവാർഡ് ചെയ്യേണ്ടത് പഠിക്കാനുള്ള ഒരു എഫർട്ട് എടുക്കുന്നതിന്, അല്ലെങ്കിൽ റെസിലിയൻസിന്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മരിച്ചു വീണ്ടെടുത്ത് ഉയർത്തെഴുന്നേറ്റ് വലുതാകുന്ന ആ റെസിലിയൻസ്, അതിനാണ് നമ്മൾ റിവാർഡ് ചെയ്യുന്നത്. കാരോളൊക്കെ തിങ്കിങ് അതാണ്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ശരിയാണ്. നമ്മളിപ്പോൾ ബുദ്ധി കൂടിയ കുട്ടികൾ കുറെ ഇത് എഴുതി അവനൊരു അവാർഡ് കൊടുക്കുന്ന അപ്പുറത്ത്, അവൻ എങ്ങനെ അവന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവൻ വീണ്ടും പഠിച്ച് വലുതാകാനും അതുപോലെ
വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് വീണ്ടും തോറ്റെടുത്തുനിന്ന് എഴുന്നേറ്റ് വീണ്ടും ജയിക്കുകയും ചെയ്യുന്ന അവരെയാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് കരോളിലേക്ക് പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറി, ഞാൻ സ്റ്റോറി കൂട്ടുന്നത് ബോറിംഗാവാണ്ടിരിക്കാൻ ഇടയ്ക്ക് ഒരു സ്റ്റോറിയാണ് കേൾക്കുന്നത്. ഇതിന്റെ ബേസിസ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഒരു സ്റ്റോറി ഉണ്ട്. അതായത് 2 വിത്തുകളുണ്ട്, അവർ മണ്ണിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ സാധാരണ മണ്ണിൽ വീണാലും സാധാരണ ഡിസിഷൻ എടുക്കും, ഒന്ന് ഗ്രോ ചെയ്യാം അല്ലേ, അങ്ങനെ ഡിസിഷൻ എടുക്കണ്ട, വെള്ളം വീണാൽ തന്നെ ഗ്രോ ചെയ്യും, ഇറ്റ്സ് ഓട്ടോമാറ്റിക്. അപ്പോൾ ആദ്യത്തെ വിത്ത് കുറച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചു, ഞാൻ എൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറക്കും, എൻ്റെ നാമ്പുകൾ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും, അത് കമ്പുകളാവും, ചില്ലകളാകും, വലിയ മരമാവും, പഴങ്ങളുണ്ടാവും, മറ്റുള്ളവരത് പഴം കഴിക്കും. അങ്ങനെ ഒരു തിങ്കിങ് ഉള്ള ഒരു ചിന്താഗതി, അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആ സീഡിന് പോകുന്നത്. നേരെ മറിച്ച് രണ്ടാമത്തെ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള വിത്ത് വിചാരിച്ചു, ഓ ഞാനിപ്പോ ഈ വേര് പുറത്തേക്ക് താഴ്ത്തി വന്ന് അതുപോലെ പാറയിലോ മുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പോകും. അതല്ല, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നാമ്പുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു, ആദ്യം വരുന്ന ആരാ, കുറെ സ്നേക്സ്, ഒച്ചുകൾ വന്നത് തിന്നെ, പക്ഷികൾ തിന്നോടിക്കുക, ഇതൊക്കെ ചെയ്യും. ഇനി അഥവാ വീട് വലുതായാലും എന്നെ മൃഗങ്ങളുടെ ഇല തിന്നാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചത് ഞാൻ അങ്ങനെ പോകും. ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നിടയ്ക്ക് ഒരു കോഴിയുടെ വന്ന് കോഴി ചിക്കൻ പാകുന്നതിലൊക്കെ ഈ ഇതിനെ കണ്ടു. മറ്റവർ വളർന്ന് വലുതായി, ഇവനവിടെ കിടക്കുകയാണ്. അപ്പോൾ കോഴി അതിനെ കൊത്തി തിന്നു. ഇതാണ് നമ്മൾ ആ ഡിഫറൻസ് ഇത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ സീനിയർ ആകുമ്പോഴും റിട്ടയർ ആകുമ്പോഴും നമ്മൾ പലരും ഞാൻ ഇനി ഇല്ല, ഒന്നും എനിക്ക് ചെയ്യാനൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്ക് എങ്ങും പോകാനില്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ വീട്ടിൽ പേരക്കുട്ടികൾ നോക്കിയിരിക്കുന്നത് നോക്കിയത് മെയിനായിട്ട് അല്ലേ ചെയ്തു. ഞാനും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലും സമയം കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചെയ്യുന്നത്. കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മാരേജിന് ഇൻവൈറ്റ് ചെയ്തത്, അയ്യോ പേരക്കുട്ടികളുണ്ട് അവിടെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ആഘോഷമുണ്ട്, അയ്യോ വരാൻ പറ്റില്ല, കുട്ടികളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. അപ്പം നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല, റിട്ടയർ ചെയ്താൽ നമ്മുടെ അവസാനിക്കും. എനിക്ക് തോന്നുന്നു റിട്ടയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി സമയം നമുക്ക്. മറ്റത് നമ്മുടെ കമ്പനി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല, ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി എയിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ, സൈക്കോളജി എന്ന് പറഞ്ഞാലും നമ്മുടെ ജനറൽ സൈക്കോളജിയിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പഠിച്ച വിഷയം ട്രാൻസാക്ഷണൽ അനാലിസിസ് ആയതുകൊണ്ട് അതിന്റെ ബേസിസിലാണ് ഞാൻ ഈ ആറ്റിറ്റ്യൂഡും അതുപോലെ ബിഹേവിയറിനെയൊക്കെ ഞാൻ കാണുന്നത്. എറിക്ബേൺ പറയുന്നത്, എറിക്ബേൺ അറിയാമല്ലോ അല്ലേ? അപ്പോൾ 60കളിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പല ബുക്കുകളും അല്ലേ, ഗെയിംസ് പീപ്പിൾ പ്ലേ, ഇങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. ആ ബുക്കുകളൊക്കെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ലൈഫ് പൊസിഷൻസ് ആർ ദ ബേസിക് ബിലീഫ്സ് ദാറ്റ് വി ഹോൾഡ് അബൌട്ട് അവർ സെൽസ് ആൻഡ് അതേഴ്സ്. നമ്മളെ പറ്റി, മറ്റുള്ളവരെ പറ്റി, ലോകത്തെ പറ്റി നമ്മൾ വെച്ചു പുലർത്തുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ലൈഫ് പൊസിഷൻസ് പറയുന്നത്. ഇപ്പൊ ലൈഫ് പൊസിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ പലരും ടി എ പഠിച്ചിട്ടുണ്ടാവും, ട്രാൻസാക്ഷൻ അനാലിസിസ് ഉള്ളവരുണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ ബേൺ പറയുന്നത് പീപ്പിൾ ആർ ബോൺ ഓക്കെ, ആളുകൾ ഓക്കെ ആയിട്ടാണ് ജനിക്കുന്നത് അല്ലേ. അദ്ദേഹം പറയുന്നത് തന്നെ ചിൽഡ്രൻ ആർ ബോൺ ആസ് പ്രിൻസ് ഓർ പ്രിൻസസ് ബട്ട് ദേ ആർ മെയ്ഡ് ടേൺഡ് ഇൻടു ഫ്രോക്സ് അല്ലേ. ഇപ്പൊ നമ്മൾ കുട്ടികളെ കളിക്കുന്ന കണ്ടിട്ട് ഡബ്രക്ക ടേൺ ഇൻടു എ ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ട് വടി കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഇതിലൊക്കെ കാണുന്നുണ്ട്. അന്ന് ബേൺ പറഞ്ഞത് തന്നെയാണ്, കുട്ടികൾ ജനിക്കുന്നത് വളരെ പ്രിൻസസും ക്വീനുകളും അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ദി ആർ മെയ്ഡ് ഇൻ ടു ഫ്രോക്സ്. അവര് നമ്മൾ പാരൻസ് അവരെ പഠിപ്പിച്ച് അവർ നോട്ട് ഓക്കെ ആയിട്ട് മാറുകയാണ്. അപ്പം ഇവിടെ 2 കാര്യമുണ്ട്, പീപ്പിൾ ആർ ഓക്കെ, പീപ്പിൾ ആർ നോട്ട് ഓക്കെ. 2 ഇത് വരുന്നുണ്ട്. നമ്മുടെ ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏർലി എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ പാരൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പാരൻസ് നമ്മൾ തന്നിട്ടുള്ള എന്താ പറയുക പണിഷ്മെന്റ്സ്, അവർ പറഞ്ഞിട്ട് വാല്യൂസ്, അവർ തന്ന ശിക്ഷകൾ, അവരുടെ ഡയറക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ. അതുപോലെ പാരന്റ് ലൈഫ് ഫിഗേഴ്സ്, മറ്റുള്ളവർ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഈ ലൈഫ് പൊസിഷൻസിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 2 പൊസിഷനാണ് നമ്മളെ പറ്റിയുള്ളത്. ഒന്ന് ഐ ആം ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ ഐ ആം നോട്ട് ഓക്കെ. അപ്പോൾ ബേൺ പിന്നെ പറയുന്നത്, ഡ്യൂറിംഗ് ദ early process of script formation, the child develops certain convictions about himself and the people around him. അങ്ങനെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന, ഇപ്പൊ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം, ഐ എം ഓക്കെ, ഐ എം നോട്ട് ഓക്കെ. മറ്റുള്ളവരെ പറ്റിയൊരു ധാരണ വരികയാണ്, യു ആർ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് വരാമല്ലോ, മറ്റുള്ളവർ നല്ലതാണ് നല്ലതല്ല എന്നുള്ള കോൺസെപ്റ്റ് അതിന് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ 4 സംഗതികൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പറയും പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻ എന്ന് പറയില്ലേ,
അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 4 ആസ്പെക്റ്റുകളാണ്. അതായത് ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയല്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്, ഞാൻ ഓക്കെയല്ല, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ് പക്ഷെ ഞാൻ ഓക്കെയല്ല, ഞാനും നിങ്ങളും ഓക്കെയല്ല. ഈ 4 ലൈഫ് പൊസിഷൻസ് നമ്മൾ എടുക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റും നമ്മളുടെ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ ഗെയിമുകൾ നമ്മൾ പറയുന്നത് എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 4 നമ്മൾ ലൈഫ് പൊസിഷൻസ് പറയുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഫണ്ടമെന്റലായിട്ട് നമ്മളെ കാണുന്നതും മറ്റുള്ളവരെ കാണുന്നതും ലോകത്തെ കാണുന്ന കാഴ്ചപ്പാട് ഈ 4 കൂടെയാണ്. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്, നമ്മൾ രണ്ടുപേരും ഓക്കെയാണ്, അതുകൊണ്ട് ദർസ് നോ പ്രോബ്ലം. പക്ഷെ ഞാൻ രണ്ടാമത്തിൽ പറഞ്ഞ് ഞാൻ ഓക്കെ അല്ല, പക്ഷെ നിങ്ങൾ ഭയങ്കര ഓക്കെയാണ്, അതൊരു കമ്പാരിസൺ ആണ് അവിടെ. മൂന്നാമത് വരുന്നത് ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ, അത് വേറെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മൂന്നാമത് പറയുന്നത് നമ്മൾ രണ്ടാളും ഓക്കെ അല്ല, ഇതൊന്നും ഈ ലോകം ശരിയല്ല, ഒന്നും നന്നാവില്ല, ആ തിങ്കിങ് ആണ്. അപ്പോൾ ഒരു ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണുന്നത് നിങ്ങൾ ഓക്കെ ഞാനും ഓക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും നല്ലവരാണ്, വേൾഡ് ഈസ് ലവബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി, എനിബഡി ഈസ് ലവബിൾ, ആ ഒരു ചിന്താഗതി അവിടെ വരും. നേരെ മറിച്ച് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുമ്പോൾ അതിൽ സംഗതി മാറി. എനിക്കില്ല, എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ഞാൻ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. എനിക്ക് പവർ ഇല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു, നിങ്ങൾ ഭയങ്കര ഞാൻ ലൂസിങ് ടു ഔട്ട് ടു അതേഴ്സ്, മറ്റുള്ളവരെ ഞാൻ തോറ്റു കൊടുക്കപ്പെടുകയായിരുന്നു, തോൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ആ രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. അവിടെ ഒരു 1 സ്റ്റെപ്പ് അപ്പാണ്. ആ ചിന്തിക്കുന്ന ആള് 1 സ്റ്റെപ്പ് അപ്പാണ്. കാരണം മറ്റുള്ളവരെക്കാളും മികച്ചവനാണ് ഞാൻ, അമ്പട ഞാനേ, എനിക്ക് എല്ലാം അറിയാം, നിങ്ങൾക്ക് എന്തറിയാം, ഈ ഒരു കാഴ്ചപ്പാട് അവിടെ വരുന്നത്. ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. ഇതിപ്പോൾ ഓഫീസുകളിലൊക്കെ ഇത് കാണാറുണ്ട്, ഐ ആം ഓക്കെ, ബോസ് പറയില്ലേ യു ആർ നോട്ട് ഓക്കെ. ഇതെല്ലാം ആ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള ആളുകളുടെ ചുറ്റുവട്ടത്തിന് ആളുകൾ അധികം കൂടില്ല. കാരണം മറ്റുള്ളവരെ ഇയാൾ മൈൻഡ് ചെയ്യില്ല, ഉറപ്പല്ലേ, ഡെഫിനറ്റ് അല്ലേ. അതുപോലെ 4ാമത്തെ പൊസിഷൻ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ ലോകം തന്നെ ശരിയല്ല, ഈ ലോകം മിസറബിൾ ആണ്, ഇത് ഒരു അൺലവബിൾ, സ്നേഹം കിട്ടാത്ത ഒരു ലോകമാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ജീവിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ മാറിപ്പോകും. ജീവിതത്തിൽ മാറിപ്പോകുന്ന പറഞ്ഞാൽ കമ്മിറ്റ് സൂയിസൈഡ് ചെയ്യും. അപ്പം ഞാനിനി കൊണ്ടുവരുന്നത് ഇത് രണ്ടിനെ ഒന്ന് ആ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആ അണ്ടർസ്റ്റാൻഡിങ് തമ്മിലുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ്. അപ്പം ലൈഫ് സ്ക്രിപ്റ്റ് പറയുന്നത് ലൈഫ് സ്ക്രിപ്റ്റ് ഈസ് ആൻ അൺകോൺഷ്യസ് പാത്വേ ക്രിയേറ്റഡ് ഇൻ ചൈൽഡ്ഹുഡ്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. റീഇൻഫോഴ്സ്ഡ് ബൈ പാരൻസ് ആൻഡ് സ്ട്രെങ്തൻഡ് ബൈ എക്സ്പീരിയൻസ്. ചെറുപ്പത്തിൽ നമ്മൾ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇത് ആപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. കാരണം ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നത് വീരാഭിമന്യുവിന്റെ കഥയുണ്ട്. അത് ഗർഭത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ചക്രവ്യൂഹം ചമക്കുമെന്ന് പഠിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് എന്തോ ഒരു അർജൻസി ഉള്ളതുകൊണ്ട് രണ്ടാമത് ആ ചക്രവ്യൂഹം വേദിച്ചെങ്ങനെ പോകുന്നുള്ളതിനെ പറ്റിയിട്ട് അവര് ഇദ്ദേഹം കേട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് അത് ഉണ്ടായെന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ ഇത് നമ്മുടെ ചെറുപ്പത്തിലെ ഗർഭാവസ്ഥയിലായാലും ജനിച്ചപ്പോഴായാലും 0 മുതൽ 3 ഇയേഴ്സോ 3 ഇയേഴ്സ് അങ്ങനെ ആ സ്റ്റേജുകളിലൊക്കെ നമ്മൾ അത് നമ്മൾ ഉണ്ടാവുകയും അത് റീഇൻഫോഴ്സ് ചെയ്യും. ഓരോ സംഭവങ്ങളിൽ കൂടെ അത് കുറെ കൂടി റീഇൻഫോഴ്സ്ഡ് ആവുകയും പിന്നെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, ഇപ്പോൾ ടീനേജിൽ ഉണ്ടാകുന്ന ലവോ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രേമ നൈരാശ്യങ്ങൾ, ഇതൊക്കെ അതിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ആറ്റിറ്റ്യൂഡ് ജനറൽ ടേംസിൽ പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ത്രൂ upbringing, it is formed through the upbringing and it has a powerful influence on our behavior. ഇതാണ് ജനറൽ ടേമിൽ പറയുന്നത്. അതുപോലെ ലൈഫ് പൊസിഷനെ പറ്റി പറയുന്നത് ഇറ്റ് റിഫ്ലക്ട്സ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദംസെൽസ് ആൻഡ് അതേഴ്സ്. അതുപോലെ ആറ്റിറ്റ്യൂഡ് ഇൻ ജനറൽ ടേംസിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ഫീൽ ആൻഡ് ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ വേ ടുവേർഡ്സ് സം ഒബ്ജക്ട്സ്, പേഴ്സൺസ് എക്സെട്ര. അപ്പോൾ ഇത് ഏതാണ്ട് നമുക്കറിയാം. ഈ രണ്ട് കമ്പയർ നോക്കുമ്പോൾ രണ്ടും ചെറുപ്പത്തിലേ നമ്മളെ എക്സ്പീരിയൻസൊക്കെ അക്വയർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ ജനറൽ ടേംസ് ആയാലും സൈക്കോളജി ടേംസ് ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ രണ്ട് ടേംസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പൊ നമുക്ക് ഒരു ഇതായിട്ട് പറയാണ്, ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ജോലി അടുക്കളയിലുണ്ട്. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഭാര്യയ്ക്ക് ഇത്രയും വർക്ക് പ്രഷർ, ഞാനൊന്ന് പോയി അവരെ ഒന്ന് സഹായിക്കാം എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണുന്നത്. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്.
അതുപോലെ നമ്മൾ ഔട്ട്സൈഡ് വേൾഡിലേക്ക് എടുക്കുകയാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മെന്റൽ ഫോക്കസ് ഓഫ് ദ ഔട്ട്സൈഡ് വേൾഡ്. നമ്മളോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞു, നമ്മളെ പറ്റി പറഞ്ഞു, മറ്റുള്ളവരോടും അത് ലോകത്തോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരാള് ഇപ്പോൾ ഇവിടെ കാണുന്ന ആള് നല്ല നല്ല ഒരു സണ്ണി ഡേ ആണെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലത്ത് ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് ഇറ്റ്സ് എ ഹോട്ട് സമ്മർ ഡേ ബട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് അയാൾ പറയും. നേരെ കുറച്ച് ഇത് അഗ്ലിന്ന് വേർത്തിട്ടത് അഗ്ലി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്. അപ്പൊ എൻ്റെ ഈ വെബിനാർ പലതും പറയാം, ഓ ഇയാൾ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ചിലർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. ചിലർ പറയും, ഓ വേണ്ടിയിരുന്നില്ല, ബോറിങ് എന്ന് ചിന്തിക്കുന്നത്. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. അവിടെ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ മറ്റ് കണ്ടീഷൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഞാനിത് 2015 ചെന്നൈ ഫ്ലഡിൽ ഒരു 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 എൽഡർലി ആയിട്ടുള്ള ഒരു കപ്പിൾ, ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനും അയാളുടെ ഭാര്യയും ഒരിക്കൽ ആ ഫ്ലഡിൽ പെട്ട് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. അവർക്ക് വെള്ളം വന്നപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കുറച്ച് വന്നു തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളൊക്കെ പോവാണേ, നിങ്ങൾ പോരുന്നുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല ഞാൻ പോരുന്നില്ല, ഞങ്ങൾക്ക് 3 നില വീടാണ്, എനിക്കിപ്പോൾ 2, 1, 2, 3 നിലകളുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ 1-ാം നിലയിലേക്ക് വെള്ളം കയറി. അപ്പോൾ ഇവരെല്ലാ പാത്രമൊക്കെ എടുത്ത് മുകളിലേക്ക് പോകും. അപ്പോൾ അവർ ചോദിച്ചു, കുറച്ച് ബോട്ടുകാരതിലെ വന്നിട്ടുണ്ടായിരുന്നു, ബോട്ട് കൊണ്ടുവന്ന ആളുകൾ, നിങ്ങൾ പോരുന്നുണ്ടോ? ഞാൻ ബോട്ട് കയറിക്കോ. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ 2 ദിവസം നിന്ന് കഴിഞ്ഞാലും ഈ 2-3 നില ബാക്കിയുണ്ടല്ലോ. അങ്ങനെ 2-ാം നിലയിലെത്തി ഇയാള്. പറഞ്ഞ 2-ാം നിലയിലെത്തി. 2-ാം നിലയിലെത്തിയപ്പോൾ അവർ ഇതുപോലെ ഒന്ന് ചോദിച്ചു. ഇവരല്ല, ഒരു ഹെലികോപ്റ്റേഴ്സ് വന്നു. ആ സമയത്ത് പിന്നെ ഹെലികോപ്റ്റേഴ്സ് ആണ് വന്നത്. ഹെലികോപ്റ്റേഴ്സ് വന്ന് ചോദിച്ചു, പോരുന്നോ? ഇങ്ങനെ റോപ്പ് താഴെ പോരണമെങ്കിൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തു. ഇവരൊരേ ഇല്ല, എനിക്ക് ഇനി ഒരു നില കൂടി ഉണ്ടല്ലോ. പക്ഷേ 3rd ഫ്ലോർ മുങ്ങിപ്പോയപ്പോഴാണ് ഇതിന്റെ കഥയുടെ അവസാനം വരുന്നത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഇതൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്. അതായത് ഇനിയും നല്ലത് വരാനുണ്ടിരിക്കെ, ഇനിയും കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ വരാനുണ്ടെന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളുടെ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി നമുക്കത് ആറ്റിറ്റ്യൂഡിന്റെ പറയുന്നത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു. അല്ല, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് നല്ല റിലേഷൻ, അങ്ങനെയുള്ള ആൾക്ക് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും അവർക്ക്. അതുപോലെ റെസിലിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടേം തന്നെയാണ്. അതായത് തോറ്റെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഉയർന്നു വരാനുള്ളത് അതാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ അഡാപ്റ്റബിലിറ്റി, മറ്റുള്ളവരൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവ്. ഇത് നിങ്ങൾ പലപ്പോഴും ഈ റെസിലിയൻസിന്റെ കഥകൾ ഒരുപാട് കേട്ടു കാണാം അല്ലേ? കൈ കാലില്ലാത്തവൻ എങ്ങനെയാ വിക്ടറി ആയതും, ഇതൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് ശിവകേരയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് യു ക്യാൻ വിൻ എന്നുള്ള ബുക്ക്. അതിലൊരു ഫേമസ് ആയിട്ടുള്ള കഥയുണ്ട് ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്. അതെങ്ങനെയാണത്? അതായത് ഒരിക്കലും ബലൂൺ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ അമ്പലപ്പറമ്പിലും ഈ പോലെ പെരുന്നാളിൻ്റെ ഇതിലൊക്കെ ബലൂൺ വിൽക്കുന്ന ആളുകൾ ധാരാളം കണ്ടു. അപ്പോൾ ഈ ഒരു ബലൂൺ വിൽപ്പനക്കാരൻ സാധാരണ ഹീലിയം നിറച്ച് വിൽക്കുന്ന ആ ഒരു ബലൂൺ വിൽപ്പനക്കാരാണ്. അപ്പോൾ ചിലപ്പോഴും ഇയാൾ കച്ചവടം ഇല്ലാണ്ടാവും, കച്ചവടം തീരെ ഇല്ലാണ്ടാവും. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ കുറച്ച് ഈ ഹീലിയം നിറച്ച് ബലൂൺ വെറുതെ അങ്ങ് കുറച്ച് വരും. അപ്പോൾ അതിൽ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, ഇങ്ങനെ പല കളറുകളുള്ള ബലൂണുകൾ പറഞ്ഞു. അതിങ്ങനെ പോയി പല കുട്ടികളുടെ അടുത്തേക്കും വീടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരൊക്കെ ഓടി വരും. അങ്ങനെ ഇയാൾ കച്ചവടം വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ചെയ്തപ്പോൾ ഒരു കുഞ്ഞ് വന്ന് ചോദിച്ചു, അപ്പൊ ഇതില് കറുപ്പ് കളർ ഉണ്ടായിരുന്നില്ല. കാരണം കറുപ്പ് ബലൂൺസ് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ലേ, ഇപ്പോഴൊക്കെ ആയി തുടങ്ങി തോന്നുന്നു. അപ്പൊ ഈ കുട്ടി ചോദിക്കുക, ഇങ്ങനെ ഒരു കറുത്ത ബലൂൺ ഇങ്ങനെ നിറച്ചു വിട്ടാൽ അങ്ങനെ പോകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഉത്തരം, ആ ബലൂൺ വിൽപ്പക്കാരുടെ ഉത്തരം വളരെ ടച്ചിങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് ഇൻസൈഡ് ദാറ്റ് മേക്സ് ഇറ്റ് ഗോ. ഇതിന്റെ കളർ അതൊന്നുമില്ല, അതിനകത്ത് എന്താണ് അതാണ് പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡ് മേക്സ് യു ടു ഗോ അപ്പ് ഇൻ ലൈഫ്. അതാണ് ശിവകാര പറയുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടേഷനാണത്. അപ്പൊ നമുക്കിനി ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗം നമ്മൾ ഏതാണ്ട് ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായത് രണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണെന്നുള്ള ഒരു ഇത് വന്നു. അതുപോലെ ഇനി വരുന്നത് ബിഹേവിയറാണ്. ബിഹേവിയർ കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ പറയുന്നത് ആസ് പെർ ബിഹേവിയർ കംസ് ഫ്രോം ദ സിസ്റ്റം ഓഫ് തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. ആ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഡിഫറെന്റ് ഈഗോ സ്റ്റേറ്റ്സ് ആണ്. അതാണ് സൈക്കോളജി പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. അപ്പൊ ഇത് കാര്യം ആ പ്രോസസ്സിലാണ്. അതായത് ഫീലിംഗ്, തോട്ട്, ഫീലിംഗ്, അത് കഴിഞ്ഞ് ബിഹേവിയർ എന്നുള്ള പ്രോസസ് ആണെങ്കിലും
അൾട്ടിമേറ്റ് ആയിട്ട് ഈഗോ സ്റ്റേറ്റ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അവൻ ഏത് ഈഗോ സ്റ്റേറ്റിലാണോ അങ്ങനെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പേഴ്സണാലിറ്റിയുടെ എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക കോമ്പാക്ട് ആയിട്ട് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഇതാണ് ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള നിങ്ങൾ പലരും പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് പാരന്റ് ഈഗോ സ്റ്റേറ്റ്, അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. അപ്പോൾ ചില ആളുകൾക്ക് പാരന്റ് ഈഗോ സ്റ്റേറ്റ് ആണെങ്കിൽ എപ്പോഴും ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ ഈസ് എ ക്രൂവൽ പേഴ്സൺ നമ്മൾ പറയും. അല്ലെങ്കിൽ ചിലരിൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കില്ല, എപ്പോഴും തമാശയും ഫണ്ണി ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ ഈസ് എ ഫണ്ണി പേഴ്സൺ എന്ന് പറയും അല്ലേ. അതുപോലെ ചില ആളുകൾ എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ ലെവൽഡ് പേഴ്സൺ എന്ന് പറയും, തോട്ട്ഫുൾ പേഴ്സൺ എന്ന് പറയും. അതാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. ഈ 3 ഈ 3 ഈഗോ സ്റ്റേറ്റ്. ഈ 3 ഈഗോ സ്റ്റേറ്റ് ആണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, നമ്മുടെ ഓരോ ബിഹേവിയറിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഈ 3 ഈഗോ സ്റ്റേറ്റ്. ഇത് 3 ഈഗോ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പാരന്റ്, അഡൾട്ട് ആൻഡ് ചൈൽഡ്. പാരന്റ് എന്ന് പറഞ്ഞാൽ തോട്ട് കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാരന്റ്സ് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. അതായത് ചെറുപ്പത്തിലെ നമ്മളെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഫീൽ ചെയ്യണം, അല്ലെ എങ്ങനെ മൂല്യങ്ങൾ പിടിച്ച് നമ്മൾ പോകണം, മോറൽ സൈഡ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ തോട്ടാണ്. അതാണ് പാരന്റ് എന്ന് പറയുന്നത്. അഡൾട്ട് എന്നൂടെ പറയുന്നത് ഒരു തോട്ട് കോൺസെപ്റ്റ്, അത് ചിന്തയാണ്. പ്രസന്റ് മൊമെന്റ് ചിന്തിക്കുന്നവര്, അതുപോലെ മറ്റുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നവര്, ഹിയർ ആൻഡ് നൗ ജീവിക്കുന്നവര്, അതുപോലെ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന പോലുള്ള മൈൻഡുള്ളവർ, ഇവരൊക്കെയാണ് അഡൾട്ട്. അവർ ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. അപ്പൊ അവരെല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. അവിടെ പാസ്റ്റും ഇല്ല, പ്രസന്റും ഇല്ല. അതുപോലെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫെൽഡ് കോൺസെപ്റ്റ്. ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചൈൽഡിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ഫെൽറ്റ് എന്ന് പറയുന്നത്. ഫീലിങ്സ് ആണ് അവിടെ വരുന്നത്. നമ്മൾ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ഫീലിങ്സ്, അത് നമ്മൾ പിന്നീട് നമ്മൾ വലുതാകുമ്പോൾ അത് റീപ്ലേ ചെയ്യും. പലപ്പോഴും ചില സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ വലിയൊരു പ്രശ്നമാണ്, അപ്പോൾ നമ്മൾ ക്രൈ ചെയ്യും ചെയ്യുന്നത്. അതൊരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു റിപ്ലൈ ആണ്. അതാണ് ചൈൽഡ് ഈഗോ. എനിക്ക് തോന്നുന്നത് എനിക്ക് അത് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, കാരണം നമ്മൾ പലരും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ട് ഈസ് ഇറ്റ് എന്നുള്ള പറയാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെയാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്? അപ്പം ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പാരന്റ്സ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നമ്മളെ വാല്യൂയിലും നല്ല മൊറലിലും നല്ല ഇതിലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചവർ പല കാര്യങ്ങളും പാരന്റ്സ് പഠിപ്പിക്കും. ഇത് നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളോട് ഈ പാരന്റ്സ് പഠിപ്പിച്ച ആ മൊറയിലും ആ വാല്യൂസും ആ കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. അങ്ങനെയാണ് അത് വരുന്നത്. നമ്മൾ ആ ഒരു ബിഹേവിയർ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ വലുതാകുന്നത് പലപ്പോഴും പെരുമാറുന്നത്. അഡ്ലസ് അതർവൈസ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അതായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്. അപ്പൊ ചില ആളുകളെ കണ്ടം ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും, ജഡ്ജ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, നർച്ചർ ചെയ്യും. ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണ്. ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഫോം ചെയ്തതുപോലെ തന്നെ നമ്മൾ ചൈൽഡ്ഹുഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ അതിനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ഇന്ന സിറ്റുവേഷനിൽ ഞാൻ കരഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ എന്നെ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി, സാഡായി. ഇതൊക്കെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർ ഫണ്ണി ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പാർക്കിൽ പോയി കളിച്ച കാര്യങ്ങൾ, ഇതൊക്കെ അവർ ആലോചിക്കുക. അതിൽ നിന്നാണ് ഈ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ. ആ എക്സ്പീരിയൻസുകൾ നമ്മൾ വലുതാകുമ്പോൾ വീണ്ടും നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പാർക്ക് പോയി കഴിഞ്ഞ കുട്ടികളൊപ്പം പേരക്കുട്ടികളൊപ്പം പോകുമ്പോൾ ഞാനും ഇതുപോലെ സീസോയിൽ ഇത് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ ചൈൽഡ്ഹുഡിലുള്ള ആ എക്സ്പീരിയൻസ്, ആ ഫീലിംഗ് ആണ് നമുക്ക് അവിടെ പുറത്തു വരുന്നത്. അതുപോലെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കരയും, ചിലപ്പോൾ പെട്ടെന്ന് വാവിട്ട് കരയും. അത് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഒരു ചില ആളുകൾ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തോട്ട്സ് ഉള്ളവര്, അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടാലും അത് ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയുന്നത്, ഇതൊക്കെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലുള്ള. അങ്ങനെയാണ് അത് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഒരു അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെ. നമ്മൾ ഡാറ്റ ബേസ് ചെയ്ത് സംസാരിക്കുക, പ്രവർത്തിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ആക്യുറസി ആയിരിക്കും. അവർ ഹീറോനാവിലായി ചിന്തിക്കുക, അവർ കമ്പ്യൂട്ടറിനെ പോലെ വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഈ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ. ചില ആളുകളുണ്ടല്ലേ വളരെ റീസണിങ്, തിങ്കിങ്, ഇവാലുവേഷൻ, റെസ്പോണ്ടിങ്, അങ്ങനെ ഡാറ്റ വെച്ചിട്ടുള്ള സംസാരം, ഹിയർ ആൻഡ് നൗ, ആ ഒരു സിറ്റുവേഷനുള്ള ആളുകളാണ് ഈ. ഞാനിവിടെ ഈ ഈഗോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു എന്താ കുറച്ച് പിക്ചേഴ്സ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ഇതെന്താന്ന് വെച്ചാൽ ഒരാള് ഓഫീസിൽ പോകുന്നതാണ്. ഓഫീസിൽ പോകുമ്പോൾ ഭാര്യയായിട്ട് ടാറ്റ കൊടുത്ത് സന്തോഷമായിട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ സമയം നോക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ വലിയ ട്രാഫിക് ജാമിൽ എത്തുന്നു.
അയാൾ ട്രാഫിക് ജാമിൽ കാറിൽ ഹോണിൽ ഇടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ലേറ്റ് ആകുന്നു. ഓഫീസിൽ ചെന്ന് അവിടെ ബോസൊക്കെ കാണുമ്പോൾ അയാൾക്കൊരു ചെറിയൊരു കുറ്റബോധം വരുന്നു. അയാൾ പറഞ്ഞ് പെർമിഷൻ എടുത്ത് അകത്ത് പോകുന്നു. അകത്ത് പോകുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ വരുന്നുണ്ട് ടേബിളിൽ. കസ്റ്റമറോട് പറയും, എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനിടയ്ക്കാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വാ എന്ന് ഒച്ചയിൽ പറയുന്നു. നമുക്ക് ഈ ഫോട്ടോസ് നോക്കിയിട്ട് ഒന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം അവിടെ. ഈ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് ആ ഈഗോ സ്റ്റേറ്റ് എന്നൊന്ന് പറയാമോ? അവിടെ ഹാപ്പിയാണ്, ഫ്രീ ആണ്, ചൈൽഡ് ചൈൽഡ് ഈഗോസ്. രണ്ടാമത്തെ സമയത്ത് അയാൾക്ക് സമയത്തെ പറ്റിയൊരു ഓർമ്മ പെട്ടെന്ന് വരികയാണ്, അഡൽട്ട് അഡൽട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് അയാൾ ഈ ട്രാഫിക് ജാം കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അയാൾ ഫോണൊക്കെ അടിച്ച് ഒച്ചയുണ്ടാകും. അതെന്തായാലും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാം. പേരന്റ് പാരന്റ് എന്ന് പറയാം, പേരന്റ് എന്ന് പറയാൻ പറ്റില്ല. വൈൽഡായിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ആളുകൾ പേരന്റും അല്ല. അത് ചൈൽഡിലെ ഇതിലും അതുണ്ട്. വളരെ വൈൽഡായിട്ട് വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഒച്ച വയ്ക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ല, അതുപോലെ ചെയ്യുന്നവര്. ഇപ്പൊ പാരന്റ് ആണ്, കുഴപ്പമില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് കാണുന്നത് ഒന്ന് മാറ്റിയിടാ വണ്ടി, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നതാണ് പാരന്റ് തന്നെയാണ്. മൂന്നാമത് ഇവിടെ ഒരു ചെറിയൊരു അപ്പോളജറ്റിക് ആണ്. എന്തായിരിക്കും? അഡൽട്ട് അഡൽട്ട് ഇതിനെ അപ്പോളജറ്റിക് അങ്ങനെയല്ല കാണുന്നത്. മുഖഭാവം കണ്ടാൽ അഡൽട്ടിന്റെ മുഖഭാവം അല്ല വരുന്നത്. എന്ത് സാറേ സാബു സാറേ? മുഖഭാവം ചൈൽഡിന്റെ ആണ്, പക്ഷെ Child തന്നെയാണ് ചെയ്യുന്ന മുഖഭാവം. പ്രവൃത്തി അഡൽട്ട് ചെയ്യുന്നത്. അതാണ്. പിന്നെ വരുന്നത് ഈ കസ്റ്റമറെ കോപിക്കുന്നതും ബഹളം വെക്കുന്നതും എന്തായിരിക്കാം? അത് ചൈൽഡ്. അത് ചൈൽഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് പാരന്റ് ആണ്. കാരണം ധിക്കാരപരമായ ഒരു ടീനേജറുടെ സ്വഭാവമാണ്. അല്ല. എനിക്കിപ്പോ സമയം നിങ്ങൾ കുറച്ചിട്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയത്തെ പറ്റിയിട്ടുള്ള വാല്യൂ അതൊക്കെ അയാളെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്തിടത്ത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വാന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു എന്താ പറയാ, ഒരു വേറെ വേണേൽ പാരന്റ് എന്ന് പറയാം, ചിലപ്പോൾ വേണേൽ ചൈൽഡ് എന്ന് വേണേൽ പറയാം. നമ്മളെല്ലാം സാറിന്റെ പേരന്റ് ഒട്ടും ഗ്രോണപ്പല്ല. ആ ആ എന്ത് കാട്ടെ, നമ്മള് Maturity ഇല്ല. നമ്മളിപ്പോ പേരന്റിന് maturity ഇല്ല. ഇത് ചെയ്യാൻ പറ്റുക എന്നാലും ഓക്കെ. അപ്പൊ ഇനി നമ്മളത് സൈക്കോളജി ടേംസിൽ എന്താണ് ബിഹേവിയർ നമ്മൾ വന്നു. ഇനി നമ്മൾ കൊണ്ടുവരുന്നത് ജനറൽ ടേംസിൽ എന്താണ് ഈ ബിഹേവിയർ എന്നുള്ളതാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേ എ പേഴ്സൺ ആക്ട്സ് ഓർ റിയാക്ട്സ് ടു ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സ്റ്റിമുലി. അതാണ് ജനറൽ ടേംസിൽ ബിഹേവിയറിനെ പറ്റി പറയുന്നത്. അപ്പൊ അവിടെ ഈ ബിഹേവിയറിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. എത്ര നേരം നമ്മൾ സംസാരിച്ചൊന്നും കാണാൻ പറ്റില്ല. ആറ്റിറ്റ്യൂഡോ ചിന്തകളോ ഫീലിങ്ങോ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ആ ഒരു ഡയഗ്രം എങ്ങനെയാണ്? ആറ്റിറ്റ്യൂഡ് കൊണ്ട് ചിന്തയും ഫീലിംഗ് ഒക്കെ ഉണ്ട്. അതവിടെ നോക്കി ആറ്റിറ്റ്യൂഡിൽ എത്തി നമ്മൾ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ബിഹേവിയർ ഇന്റൻഷൻസ് ഉണ്ടാകുക, നമ്മൾ എന്തെങ്കിലും അത് ബിഹേവ് ചെയ്യണമെന്ന് പറയും. പക്ഷേ അവിടെ ഒരു ഇന്റർഫിയറൻസ് വരിക. ഇതിപ്പോ ഇവിടെ പറഞ്ഞാൽ പാട്ട് പാടുന്നുണ്ട്, പാട്ട് പാടുന്ന ആഗ്രഹമുണ്ട്, പാടണമെന്നുണ്ട്. പക്ഷെ സിറ്റുവേഷൻ വന്നപ്പോഴേ ഈ സിറ്റുവേഷൻ പാടിയാൽ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അപ്പൊ ഇന്റേണൽ ആൻഡ് സിറ്റുവേഷണൽ കൺസ്ട്രെയിൻസ് ആണ് വരെ. അപ്പൊ പാട്ട് പാടാതെ പോകുന്നു. അല്ലെങ്കിൽ വേറെ ഇതുപോലെ നമുക്ക് പലപ്പോഴും ബിഹേവിയർ ഇന്റൻഷൻസ് വരും. കാരണം ഈ ആറ്റിറ്റ്യൂഡിനും ബിഹേവിയർ ഇന്റൻഷനും നേരെ പോയി ആ ബിഹേവിയർ ആകണമെന്നില്ല. പലപ്പോഴും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും പലപ്പോഴും, അല്ലെ? അപ്പൊ ഇന്ന് ഒരു പിക്നിക്ക് പോകണം, പക്ഷെ എല്ലാവരും ഫ്രീ അല്ല വീട്ടിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വൽ ബിഹേവിയർ അത് മാറ്റി വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അത് ആണ് അതിന്റെ ആ ജനറൽ ടേംസിൽ നമ്മൾ പോകുന്ന ആ റൂട്ട്. അപ്പൊ അതില് നമുക്ക് കാണാം, ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് ബിലീഫ്സ് പാരൻസ് ആയിട്ട് കൊടുക്കുന്നു, വാല്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞു, അതിനും നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞു. ഇതാണ് ജനറൽ ടേംസിൽ പറയുന്നത്. അതായത് ഒരു നമ്മുടെ വാല്യൂകളും മൂല്യങ്ങളും മുറയിലും അവരുടെ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് നമ്മുടെ ബിഹേവിയർ ഉണ്ടാകുന്നു. പക്ഷെ ഇത് ഉണ്ടാകാനായിട്ട് അതിന് അടിഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബിലീഫ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് പാരൻസും ഫാമിലിയും സൊസൈറ്റിയും ഫെയ്ത്തും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ടീച്ചേഴ്സും മെന്റേഴ്സും ഇവരൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോ അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലുള്ള ബിലീഫ് നമുക്ക് വരും. ഇപ്പൊ പറയാണ് റിലീജിയസ് ബേസ്ഡ് ആണെങ്കിൽ പറയാണ്, നമ്മൾ പറയാണ് ഇപ്പൊ ഇവിടെ റിലിജിയൻ സംസാരിക്കുന്നത് ശരിയാണെന്നൊക്കെ തോന്നുക. അതായത് ഇപ്പൊ ഒരു ആടിനെ വീട്ടിൽ വളർത്തുന്നു, അപ്പൊ പെട്ടെന്ന് വരികയാണ് അയാളൊരു എന്താ ഒരു കാറ്റഗറി നമുക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റാർ ഇട്ടു, അതിങ്ങനെയായിരിക്കാം. അപ്പൊ അത് നമ്മളുടെ ആ സംഗതികളിൽ നിന്ന് വന്നിട്ടാണ്. അല്ലെങ്കിൽ നല്ല സയന്റിഫിക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് തിങ്കിങ് വേറെ ആയിരിക്കും.
അവിടെ എല്ലാം കണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു സൈഡിൽ റിലീജിയൻ ഇസ് എവറിത്തിങ്, ഒരു സൈഡിൽ സയൻസ് ഇസ് എവറിത്തിങ് എന്നുള്ള ഇതിലാണ്. അത് അവർ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ വാല്യൂസ് ബിലീഫ് ഉണ്ടാക്കുന്നത്. അത് പോയിട്ടാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആകുന്നത്, നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതും ഇങ്ങനെ ഉള്ള ചിന്താഗതികൾ, ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഇത് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെ ഉണ്ടാകുന്നു, ബിഹേവിയർ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിന്റെ ഒരു ഐസ്ബർഗ് ഒരു സൈഡ് ഉണ്ട്, ഐസ്ബർഗ്. അതായത് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ജാക്കബ് റോസിന്റെ കഥയിൽ അത് ഉണ്ടല്ലോ അല്ലേ. എന്താ സിനിമയുടെ പേര്? ആരും പറഞ്ഞില്ല. ടൈറ്റാനിക്. ടൈറ്റാനിക്. കുറച്ചൊരു ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ സംഗതികൾ നടക്കില്ല. അപ്പോൾ അതില് ഇതിന്റെ പ്രത്യേകത, ഐസ്ബർഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 90% വെള്ളത്തിനടിയിലാണ്, 10% വെള്ളത്തിന് മുകളിലുള്ളൂ. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ആ 10% കണ്ടിട്ടാണ് ഐസ്ബർഗ് ഇത്ര കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഓടിച്ചു പോയത്. അങ്ങനെയാണ് ട്രാജഡി ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെ തന്നെയാണ് പറയുന്നത്, ആറ്റിറ്റ്യൂഡിന്റെ 90% അല്ല, നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയുടെ 90% അറിയുന്നില്ല. അത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 90% ആണെന്ന് വിസിബിൾ അല്ല, പുറത്ത് കാണാൻ പറ്റില്ല, ഇറ്റ്സ് അൺനോൺ ടു അതേഴ്സ്. നേരെ മറിച്ച് ബിഹേവിയർ അത് നമ്മൾ ഇറ്റ് ഈസ് നോൺ ടു അതേഴ്സ്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിഹേവിയർ ആണ് നമ്മുടെ നോൺ ടു അതേഴ്സ്. മറ്റേത് ഇത്രയും വലിയൊരു കാര്യം അടി കിടക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്നില്ലേ, വല്ല മുതലകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെ ചെറിയ തുമ്പൊക്കെ കാണുള്ളൂ, പക്ഷെ അടുത്ത് പോയാൽ പെട്ടെന്ന് ചാടി പിടിക്കും. തന്നെയാണ് ഇവിടെ വരുന്ന ഒരു ഇത്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു പ്രത്യേകത ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇമ്പാക്ട് ചെയ്യുന്നത് ബിഹേവിയറിലേക്കാണ്. അതുകൊണ്ടാണ് ആരോ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ മൂല്യങ്ങളും മറ്റ് എത്തിക്സും ഒക്കെ ബിലീഫ്സ് ഒക്കെ വരുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ആകുന്നു. ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുന്നു. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഒരു തേളിന്റെയും ഒരു ആമയുടെ കഥ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്, മാറ്റാത്ത എളുപ്പമല്ല എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ആമയും ഈ തേളും കൂടി ഒരു പുഴയരികിൽ നിൽക്കുകയാണ്, വലിയ ശക്തമായ മഴ, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ പോലെ വലിയ മഴയാണ്. ആമയ്ക്ക് എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ? തേള് ഇടയ്ക്കെന്ന് പറഞ്ഞു, അയ്യോ എന്നെ ഒന്ന് അക്കരെ വിടും, ഞാൻ വളരെ നന്ദിയുള്ളതായിരിക്കും അങ്ങോട്ട്. അപ്പൊ ആമ പറഞ്ഞു, അയ്യോ എനിക്ക് ഇതിന്റെ ആറ്റിറ്റ്യൂഡ് അറിയാം, നീ എല്ലാവരും കുത്തി നടക്കുന്ന ആളാണ്, നീ എന്തായാലും എന്നെ കുത്തിയിരിക്കും, ഉറപ്പാണ് എനിക്ക്. അയ്യോ ഞാനിപ്പത് എനിക്ക് അറിയില്ലേ, ഞാനിപ്പോ നിങ്ങളോട് ഇതെല്ലാം പറയുന്നില്ലേ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അപ്പോ ആമ പറഞ്ഞു, എന്തെങ്കിലും ആകട്ടെ, ഞാൻ നിന്നെ കൊണ്ടുപോ. അങ്ങനെ അവൻ പുഴ നീന്തി പകുതി എത്തിയപ്പോഴേ അവന്റെ സ്വഭാവം മാറിയില്ല, തേളൊരു കുത്തു വെച്ച് കൊടുത്തു. അപ്പോൾ ആമക്ക് വേദന എടുത്തു. ആമ ഒന്നും വേണ്ടിയില്ല, അറ്റത്ത് ഇരുന്നു. അവിടെ ചെന്ന് സോറി, ഞാനേ പെട്ടെന്ന് അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തു പോയതാ. അപ്പൊ ആമ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. എന്റെ ആറ്റിറ്റ്യൂഡ് ക്ഷമിക്കാന്നുള്ളതാണ്. ഞാൻ പോസിറ്റീവും എനിക്കും ചെറിയ നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയുള്ളൂ. അങ്ങനെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണ്. അപ്പൊ അതിന് ഈ ആറ്റിറ്റ്യൂഡിന് 3 കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് കൊഗ്നിഷൻ, തോട്ട്സ്, നമ്മുടെ ചിന്തകൾ. 2 അഫെക്ഷൻസ്, നമ്മുടെ ഫീലിങ്ങുകൾ. 3ാമത് ബിഹേവിയർ, ആക്ഷൻസ്. അപ്പൊ നമ്മളൊരു സോപ്പിന്റെ പരസ്യം ലിറിൽ പണ്ടില്ലേ, ആ ഒരു നല്ല അടിപൊളി ലിറിലിന്റെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ആ പെൺകുട്ടിയുടെ ഇത് കണ്ടിട്ടില്ലേ? അപ്പൊ അവിടെ ഒരു കൊഗ്നിഷൻ, ഒരു തോട്ട്, ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ തോട്ടാ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഫീലിംഗ് വരിക, ഇത് വാങ്ങിയാലേ പറ്റുള്ളൂ. അപ്പം പോകുന്നു, ഷോപ്പിൽ പോയിട്ട് മേടിച്ചത് കുളിക്കുന്നു. ഇന്നത്തെ അവസ്ഥ നമുക്ക് അതെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ 3 കോമ്പോണൻസ്. ഇപ്പൊ നമ്മള് എൽഡർലി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മള് ഹെൽത്തിന് റവാ ദോശ നല്ല, മറ്റു ദോശകളൊക്കെ നമുക്ക് റവാ ദോശ നല്ലതാണ്. അപ്പോൾ ഒരു കൊഗ്നീഷനാണത്, ഒരു അറിവാണ്. അപ്പൊ വിചാരിക്കുക ഏതായാലും ഒരു റവാ ദോശ കഴിച്ചോളെ, അത് നമ്മളെ ഒരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് അത് വെച്ച് നമ്മൾ എവിടെ പോകുന്നു? ശരവണവതിൽ പോകുന്നു, അടിപൊളി ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടി ഒരു റവാ ദോശ കഴിക്കുന്നു. അതാണ് നമ്മുടെ ബിഹേവിയർ. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ ഞാൻ പലപ്പോഴും ഇതാണ്, ആരും എനിക്ക് വേണ്ടിയിട്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഒന്ന് കണ്ടുപിടിച്ച് കളയാം. അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ ആ ഒരു അറിവ്, ഒരു ചിന്ത, അതാണ് കൊഗ്നിഷൻ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ അവനെ കണ്ടുപിടിച്ചുള്ള കാര്യമുള്ളൂ. അതാണ് ആ ഫീലിംഗ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കിംഗ് ഹിഡൻ ക്യാമറ ഇൻ ദ ഓഫീസ്. എന്നിട്ട് അനലൈസ് ചെയ്യണം, അവരവരും കുശൂസ് പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയാൾ മനസ്സിലാക്കണം, ഇവനാണ് എന്നെ ഇത്ര നാളും ബുദ്ധിമുട്ടിച്ചിരുന്നത് അയാൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കെല്ലാം അറിയാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരെയൊക്കെ പെർസീവ് ചെയ്യുന്നത്, വേൾഡിനെ പെർസീവ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ പോസിറ്റീവ് വേ വി പെർസീവ് അവേഴ്സെൽഫ്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അഭിമാനബോധവും ഇതൊക്കെയുള്ള, അതുപോലെ മറ്റുള്ളവരെ
പോസിറ്റീവായിട്ട് കാണുക, അത് ലോകത്ത് തന്നെ പോസിറ്റീവ് കാണുന്ന ആ ഒരു ഇത്, അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നത് തന്നെയാണ്, നമ്മുടെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസുകളും ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും വലുത് തന്നെ, ഏറ്റവും. പക്ഷേ ചിലത് ഡയറക്റ്റ് ആയിരിക്കാം, ചിലത് ഇൻഡയറക്റ്റ് ആയിരിക്കാം. കാരണം നമുക്ക് നേരിട്ട് കൊള്ളുമ്പോൾ നമുക്കറിയാം, പൂച്ച ചുടുപാല് കുടിച്ച പോലെ എന്ന് പറഞ്ഞു പെട്ടെന്നുള്ളൊരു ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇനി പാല് കണ്ടാൽ ഞാൻ കുടിക്കില്ല പൂച്ച പറയുന്നത്, അതാണ് ആ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് അത് ചൂടാണ്, അത് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണമെന്നൊക്കെ ആരും അമ്മയും അച്ഛനും പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആവില്ല. അന്ന് പരീക്ഷിക്കാതെ നമ്മൾ വിടുകയില്ല അല്ലേ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അയാൾ എന്നെ ഒരിക്കലും ചായക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴേ അദ്ദേഹം നല്ല ചൂടുള്ള ചായ ടേബിളിൽ വെച്ച്, ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ വന്നിട്ട് അതിൽ തൊഴാൻ നോക്കിയപ്പോൾ ഞാൻ പറയാൻ തൊടല്ലേ എന്ന് പറയുമ്പോഴും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവൻ തൊടട്ടെ കുറച്ച് വെള്ളം കയ്യിൽ വീഴട്ടെ, അപ്പോഴാണ് ചൂടെന്താണെന്ന് അറിയുന്നത്. ഞാൻ എൻ്റെ എപ്പോഴും പറഞ്ഞില്ല, ബാംഗ്ലൂരായിരിക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അത്. അപ്പൊ അതാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അത് വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളെ ഒരു പട്ടി ഓടിച്ചു അല്ലെങ്കിൽ പട്ടി കടിച്ചു, ഭാവിയിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ചിന്ത എന്തായിരിക്കും, നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? ഈ പട്ടിയെ പേടിയാകുക അല്ലേ. ഇനി ഒരിക്കലും പട്ടിയെ ഉള്ള വീടുകളിൽ ഞാൻ പോയില്ല, അതാണ് എൻ്റെ ബിഹേവിയർ വരുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ ഞാൻ അടുത്ത വീട്ടിൽ ഇങ്ങനെ പാല് ഒഴിച്ചു വിട്ടൊരു അമ്മ പറയും. അപ്പോൾ അവിടെ പശുവിനെ കറക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബോട്ടിലായിട്ട് എല്ലാ ദിവസവും പാല് കൊണ്ടുപോയി അവിടെ കുറച്ച് പാല് മേടിച്ചിട്ട് വരും. ഒരു ദിവസം തന്നെ ഇതുപോലെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പട്ടി എന്നെ ഭയങ്കരമായിട്ട് ഓടിച്ചു. ഞാൻ മാവിന്റെ മുകളിൽ കയറി, അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും പിന്നെ ഇറങ്ങാൻ പറ്റില്ല, അയാളെ വിടുന്നില്ല. അപ്പോൾ ചുറ്റിരുന്ന ആളുകളൊക്കെ കൂടി ഇരുന്നിട്ട് ഞാൻ ബഹളം പറ്റും, ചുറ്റിലെ ആളുകൾ കൂടി ഈ പട്ടിയെ ഓടിക്കുകയായിരുന്നു. അത് പിന്നെ എനിക്ക് കുറെ നാളത്തേക്ക് പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, അങ്ങേയറ്റത്തെ പേടിയാണ്. പക്ഷെ പിന്നീട് ഞാൻ തന്നെ എൻ്റെ പർപ്പസ്ഫുൾ ആയിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റി, അല്ല ആരൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യം കാണിച്ച പട്ടി നിങ്ങളൊന്നും ചെയ്യില്ല, പേടിച്ചു കൊടുക്കണം, ഒന്ന് കടിക്കും, അതാണ് സ്പീഡ്സ്. പക്ഷെ ഇപ്പൊ നാളെ ടിവിയിലൊക്കെ ന്യൂസൊക്കെ കണ്ടപ്പോൾ വെറുതെ നിൽക്കുന്ന ആളുകളെ അല്ലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെറുതെ കടിച്ചു പോകുന്നു. കണ്ണൂരുണ്ടായ സംഭവമാണ്, ഞാനിപ്പോൾ അത് കാണുമായിരുന്നു. അപ്പൊ ആ തീരുന്ന ഇവിടെ അപ്ലിക്കബിൾ, അവർ ധൈര്യത്തിൽ നടന്നവരാണ്, അവരെ കടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ഒരു തിങ്കിങ്. അതുപോലെ പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ ടീച്ചർ ഒരിക്കലും ഞാൻ പറയുന്ന എന്നെ ശാസിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലെയല്ല ചെയ്യുന്നത് അല്ലെ അവരുടെ. അപ്പൊ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ടീച്ചറോട് ഫോം ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ പോസിറ്റീവായിട്ട് നല്ല എൻകറേജ് പഠിപ്പിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ പെറ്റായിട്ട് വളരെ സ്നേഹമുള്ള ടീച്ചർമാർ, നമ്മളിപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ അലൂമിനിയൊക്കെ നടത്തുന്ന ടീച്ചർമാരെ കൊണ്ട് ബഹുമാനിപ്പിക്കുകയും ഷോൾ ഇടിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പൊ ചില ആളുകൾ നമ്മൾ ഭയങ്കര സ്നേഹം ബഹുമാനമായിരുന്നു. ഇപ്പൊ നമ്മള് പഠിക്കാൻ സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ തിലകൻ അല്ലെ, എന്താ തോമസ് സാർ എന്നല്ലേ പേര്, തോമസ് സാറ് ആളുടെ എങ്ങനെ കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ അതാണ്. അപ്പൊ അയാൾ നല്ലപോലെ പഠിച്ചിരുന്നു, കണക്കിനൊക്കെ എടുക്കുന്ന അയാള്. പക്ഷെ അയാളെ പലർക്കും ഇഷ്ടമില്ല. ആ ആറ്റിറ്റ്യൂഡ് അവിടെ ഫോം ചെയ്യുക, അതാണ് പേഴ്സണൽ ആയിട്ടുള്ള ലൈക്സും ഡിസ്ലൈക്സും ആവാൻ കാരണം. അതുപോലെ പിന്നെ സോഷ്യൽ ലേണിംഗ് ഉണ്ട് സമൂഹത്തിൽ. നമ്മൾ പല കാര്യങ്ങളും കാണുന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ഒരാള് കളവ് നടത്തി, അയാളെ കൊണ്ടുവന്ന് പണ്ടൊക്കെ ആണെങ്കിൽ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. നമ്മളത് കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും, നീ കത്തരുത്, കട്ട അടി വീഴും. അതാണ് സോഷ്യൽ ലേണിംഗ്. സമൂഹത്തിൽ നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള ചില ഇതുകളുണ്ട്. ചില ആക്ടിവിറ്റികൾ പണിഷ്മെന്റ് ആകുന്നു, ചില അവാർഡ് ചെയ്യുന്നു. ചില നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴേ ഏതൊരു സ്വർണത്തിന്റെ ചെയിൻ കിട്ടിയപ്പോഴല്ലേ പേഴ്സ് കിട്ടി തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു, അവരെ റിവാർഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് ചെയ്യണം. അപ്പൊ അതാണ് സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കണ്ടീഷനിങ് ആണ്. ഓക്കെ, കണ്ടീഷനിങ്ങൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യം എനിക്കറിയാം അല്ലെ. ഇപ്പൊ നായനെ ഒരു ബെല്ലടിച്ചപ്പോൾ നായ വരണം, രണ്ടാമത്തെ ബെല്ലടിക്കുമ്പോൾ നായ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഒക്കെ നമ്മൾ കണ്ടീഷൻ ചെയ്യും. അതുപോലെ ഇപ്പൊ ടൈപ്പ് റൈറ്റ് പഠിക്കുന്നു, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ അത് ചെയ്യുന്ന തരത്തിലാക്കും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അൺകോൺഷ്യസ് മൈൻഡിൽ അതൊന്നും ചെയ്യും, കാരണം അത് നമ്മൾ കണ്ടീഷൻഡ് ആണ്, അങ്ങനെ ആകാൻ കണ്ടീഷൻഡ് ആണ്. അതാണ്. അപ്പൊ ഈ ഡോഗ്സിന്റെ കഥ ഞാൻ പറഞ്ഞു. ഡോഗ്സിന് സാധാരണ ഈ പാവ്ലോവിന്റെ ഒരു ഇതുണ്ട്, കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. അതുപോലെ ഇപ്പൊ എംപ്ലോയീസിന് ഓഫീസിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് അവാർഡ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവർ പണിഷ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടീഷനിങ്ങിന്റെ ഭാഗം. പിന്നെ ഉള്ളത് കൾച്ചറലാണ്, കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റികളിലെ ട്രഡീഷൻസ്, നോംസ്, വാല്യൂസ്, റിലീജിയൻ. ഇപ്പൊ ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ് ഞാൻ. കാരണം നമ്മുടെ പാരന്റ്സ് പറയും, ഇപ്പൊ ഇന്ന കാറ്റഗറിയിലെ ആളുകളുടെ അടുത്ത് പോകരുത്, അവിടെ കൂട്ടുകൂടരുത് എന്നൊക്കെ പറയുന്നത് കാര്യം ശരിയോ തെറ്റെന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ കൾച്ചറലായിട്ടുള്ള ചില കാര്യങ്ങളാണ്.
അപ്പൊ ചില ആളുകളില് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ചില ആളുകൾ ചില രാജ്യങ്ങളിലൊക്കെ അവർ ബ്രേവറിക്ക് മെഡലൊക്കെ കൊടുക്കും. നമ്മുടെ നാട്ടിൽ വളരെ അഗ്രസീവും ഒക്കെ ആയിട്ട് കാണുന്ന ആളുകൾ നമ്മളിവിടെ എന്താ നടക്കുക, അവനൊരു ഗുണ്ടാന്ന് വിളിക്കും ചിലപ്പോൾ അല്ലെ ആളുകൾ, അവൻ അബ്നോർമലാന്ന് പറയും. അപ്പൊ അത് കൾച്ചറൽ ആയിട്ടുള്ള ഓരോ കൾച്ചറുകളിലും ആളുകളെ കൺസിഡർ ചെയ്യുന്ന ആ വിധമാണത്. ഇനി ബെനിഫിറ്റ്സ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഇവിടെ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് പറയണത്. It helps us to achieve നമുക്ക് എന്തൊക്കെ goals. ഗുണങ്ങളുണ്ട്? സ്വന്തമായിട്ട് വന്നോട്ടെ. ആരും അൺമ്യൂട്ട് ചെയ്ത് പറയും. ജസ്റ്റ് നിങ്ങളുടെ പടം ഒന്നും കണ്ടില്ലേലും അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയും, എന്റെ ആൻസർ ഒന്ന് പറയും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലേ? നന്നായിരിക്കും. A positive attitude is like a fruit of all seasons. ഓക്കെ. അല്ല, അതിന്റെ ബെനിഫിറ്റുകൾ ഫ്രൂട്ട് ഓക്കെ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചില ബെനിഫിറ്റുകൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന തലത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഹലോ ഷാജി സർ. Oh, sir. Oh, sir. ആരും ഇത് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഉപകരിക്കും. സക്സസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സന്തോഷമുള്ള പോസിറ്റീവായിട്ട് വളരെ സന്തോഷവാനായിരിക്കും, കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സിന്റെ കരുത്ത് അത് നല്ലപോലെ ഉണ്ടായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്. പിന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ റെസ്പെക്ട് ചെയ്യും. അതൊരു ഒരു പ്രത്യേകതയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ബെനിഫിറ്റ് ഒരു ചെറിയ സ്റ്റോറിയോട് കൊണ്ടുവരാം. ആരും ഒന്നും മിണ്ടുന്നില്ല, ഒരു സ്റ്റോറിയിലേക്ക് തന്നെ കിടക്കുകയാണ്. ശിവകാരയുടെ ബുക്കാണ് അഗെയിൻ യു ക്യാൻ വിന്നില് ഒരു ഡേവിഡിന്റെയും ഒരു ഗോലിയാത്തിന്റെയും കഥ പറയും. നമ്മുടെ ബൈബിളിലുള്ള ഒരു ക്യാരക്ടേഴ്സാണ് ദാവീദും ഗോലിയാത്തും എന്നുള്ള ക്യാരക്ടർ തന്നെയാണ് ഇവിടെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു 17 വയസ്സായിട്ടുള്ള പയ്യനാണ്, ഒരു ഇടയച്ചെറുക്കനാണ്. അപ്പോൾ ഒരിക്കൽ അവിടെ ഒരു ഗോലിയാത്ത് എന്നുള്ള ഒരു രാക്ഷസനുണ്ടായിരുന്നു. അയാൾ കുട്ടികളെ മുഴുവൻ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഡേവിഡ് എൻ്റെ സഹോദരനെ വിളിച്ചു പറയും, നമുക്ക് ഇവരെ പറ്റി എന്തെങ്കിലും ചെയ്യൂടെ, ഇവനെ ഇങ്ങനെയൊക്കെ അഴിച്ചുവിട്ടാൽ ശരിയാവുമോ? അപ്പോൾ ബ്രദേഴ്സ് പറഞ്ഞു, അയ്യോ അവനെ തൊടാൻ പോണ്ട, നിങ്ങൾ മാറി നടന്നാൽ മതി, അവൻ ഈസ് ടു ബിഗ് ടു ഹിറ്റ്, അവനെ ഇത്ര സൈസാണ് അവനെ അടിക്കാൻ പോയാൽ നമ്മൾ തീർന്നു തന്നെ. അപ്പൊ ഡേവിഡ് പറയാണ്, അങ്ങനെയല്ല, അത് വലുതാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്, അത് പോസിറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു. ഈസ് ടു ബിഗ് ടു മിസ്, നമ്മൾ അടിച്ചാൽ അവൻ്റെ ദേഹത്ത് കൊള്ളും. ഒരു എല്ലാടി പോലുള്ള ഒരാളാണെങ്കിൽ അവരുടെ ദേഹത്ത് കൊള്ളില്ല. ഇവൻ നല്ല തടിയനാണ്, നമ്മൾ എന്ത് ചെയ്താലും അവൻ്റെ മേത്ത് കൊള്ളും. അതാണ് അതിൻ്റെ ആ ഒരു സൈഡ്. അങ്ങനെ റെസ്റ്റ് ഈസ് എ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതായത് ഇവര് അന്ന് കാറ്റാപ്പോൾ ഉണ്ടല്ലോ, കവണി എന്ന് പറയും, അത് വെച്ച് അടിച്ച് ഈ രാക്ഷസനെ വീഴ്ത്തുകയും മരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈസ് ടു ബിഗ് ടു ഫൈറ്റ് ആൻഡ് ഈസ് ടു ബിഗ് ടു മിസ്. ഇത് രണ്ട് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇത് ഇവിടെ ഞാൻ ഈ ഗ്ലാസ് വെക്കുമ്പോൾ സാറ് എല്ലാവരും പറയും, സാറ് ഹാഫ് ഫുള്ളാണ് ഹാഫ് എല്ലാവരും പറയും. കാരണം അത് എല്ലാവരും കുറെ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, ഹാഫ് ഫുൾ എന്ന് പറയുന്നത് ആ ഫുൾനെസ്സിന്റെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഇതാണ്. ഹാഫ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിന്റെ ഇതാണ്. അത് നമ്മൾ പറയും. അപ്പോൾ അത് ഹാഫ് ഫുള്ളാണോ ഹാഫ് എംപ്റ്റി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ളത്. ആ ഫുൾ എന്നുള്ള നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ അത്രയും ഉണ്ട്. അപ്പൊ മറ്റൊരു പറയാ, ഇത്രയും ഇനിയും നടക്കാനുണ്ടത് ഹാഫ് എംപ്റ്റി എന്നുള്ള കോൺസെപ്റ്റാണ്. ഒരിക്കല് ഒരു യാചകനുണ്ടായിരുന്നു. അദ്ദേഹം റോട്ടില് ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് ഒരു ചെറിയ തുണി വെച്ച്, കണ്ടിട്ടില്ലേ നമ്മുടെ അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു ബോർഡും വെച്ചിരുന്നു. അതിന് കണ്ണ് കാണാത്തവനാണ് എന്തെങ്കിലും തരണേ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കാശൊന്നും വീഴുന്നില്ല, പാവം, ഒന്നും കിട്ടുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ അതിൽ നടന്നു പോയപ്പോൾ അയാളൊരു പൈസ എന്തോ ഇട്ട് കൊടുത്തു. എന്നിട്ട് അയാളുടെ ബോർഡ് കണ്ടപ്പോൾ അയാൾ ആ ബോർഡ് എടുത്തിട്ട് അതൊന്നും എടുത്തിട്ട് അതിലെന്തോ അയാൾ എഴുതി, അതിനെ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞ് അയാൾ പോയി. അപ്പൊ പിന്നെ നോക്കിയപ്പോൾ ഇയാൾക്ക് കാശ് വീഴാൻ പ്രവടാന്ന് കാശ് വീഴാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സെയിം ആളുടെ ഈ അന്ധന്മാർക്ക് പ്രത്യേകത സ്റ്റെപ്സ് കണ്ട ആളെ തിരിച്ചറിയും. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആള് തിരിച്ചു വരുമ്പോഴേക്ക്, സാർ ഒരു കാര്യം, സാർ എന്തായാലും എഴുതി വെച്ചിട്ടുള്ളത്, എനിക്ക് ഒരുപാട് കാശ് കിട്ടാൻ തുടങ്ങി, താങ്ക് യു വെരി മച്ച്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വേറെ ഒന്നല്ല എഴുതിയത്, നിങ്ങൾ എഴുതിയത് ഞാനൊരു അന്ധനാണ്, എനിക്ക് എന്തെങ്കിലും തരണേ, ഞാൻ കണ്ണ് കാണാത്തവനാണെങ്കിൽ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് തിരിച്ചു അങ്ങനെയല്ല,
ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഐ ആം നോട്ട് ഏബിൾ ടു സീ ഇറ്റ്. അത് വളരെ വേറൊരു സൈഡിൽ നിന്നാണ്, ആ ആറ്റിറ്റ്യൂഡിലാണ് അത് എഴുതിയത്. അതുകൊണ്ടാണ് ആ പൈസ. അപ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രസക്തിയെ പറ്റി പറയുമ്പോൾ ഇതാണ്. വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആറ്റിറ്റ്യൂഡിലുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് റെസ്പോണ്ട് ചെയ്യണേ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എഴുതിയത്? ഷാജി മാത്യു സാറാണ് സ്ഥിരമായിട്ട് പറയുന്നത്. ത്രീ ടു ഇൻറ്റു ത്രീ. അതെ, 2:3 അവിടെയാണ് നമ്മുടെ ഫോക്കസ്. കാരണം അവിടെ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചല്ലേ. നമ്മൾ പോസിറ്റീവായിട്ട് അവിടെ പല 3 കാര്യങ്ങളുണ്ട്. നമ്മളിതിലെ തെറ്റ് ഭാഗം വി ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ഓൺ വാട്ട് ഇസ് റോങ്. സാധാരണ കാണുമ്പോൾ ഒറ്റ നോട്ടം നോക്കിയാൽ മതി, നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും അതെ, മറ്റുള്ളവരിപ്പോൾ ഈവനിങ്ങിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നില്ലേ, ആദ്യം വരുന്നത് ഇങ്ങനെയാണ്. മറ്റവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, നല്ല ഭാഗങ്ങൾ ഒരിക്കലും നമ്മൾ ആലോചിക്കാറില്ല. ആ ഭാഗം തെറ്റെന്തെങ്കിലും കണ്ടാൽ അത് ഊതി പിടിച്ച് തല്ലി പിടിക്കാനാണ് നമ്മൾ പോകാറ്. അപ്പൊ നമ്മൾ സാധാരണയാണ് നമ്മൾ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുക. നമുക്ക് ആദ്യം തന്നെ അവന് കൊടുക്കാനുള്ള മറുപടി എന്താണെന്നുള്ളത് നമ്മളിവിടെ ആദ്യം ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തെറ്റ് വീഴുമ്പോഴേ അത് കണ്ടുപിടിച്ച് അതിനുള്ള ആൻസർ തപ്പിക്കൊണ്ടിരിക്കുക നമ്മൾ. ഞാൻ ജസ്റ്റ് ആ ആറ്റിറ്റ്യൂഡിന്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ആ പൊസിഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ശരി, ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല കേപ്പബിലിറ്റി ഉള്ള ആളാണ്, നല്ല ഇന്റലിജന്റ്, ഐക്യു ഭയങ്കര ഹൈ ആയിട്ടുള്ള ആളാണ്, എക്സലന്റ് ആറ്റിറ്റ്യൂഡുമാണ്, നല്ല ആറ്റിറ്റ്യൂഡ്. ഈക്യു ആണെങ്കിൽ സൂപ്പറാണ്. എന്തായിരിക്കും കൂടെ ആ ട്രാൻസാക്ട് ചെയ്യുന്ന മറ്റേ ആളുടെ അവസ്ഥ എന്തായിരിക്കും? എഴുതിയിട്ട് വിൽ ബി ഹാപ്പി. നേരെ മറിച്ച് ഒരു ആവറേജ് ഒരാളാണ്, അല്ലെങ്കിൽ അത്ര കേപ്പബിലിറ്റി ഒന്നും ഇല്ല, പക്ഷെ എക്സലന്റ് ആറ്റിറ്റ്യൂഡാണ്. ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവൻ അത്രയും പല കാര്യങ്ങളിലും അത്ര ബുദ്ധിയില്ല, പക്ഷെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യാനും അവരെ ബഹുമാനിക്കാനും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ്. അവിടെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കസ്റ്റമർ ഹാപ്പി ആയിരിക്കും, ഡെഫിനറ്റ്ലി വിൽ ബി ഹാപ്പി, അറ്റ്ലീസ്റ്റ് സാറ്റിസ്ഫൈഡ്. നേരെ മറിച്ച് എക്സലന്റ് കപ്പാസിറ്റി, ഭയങ്കരമായിരിക്കും ബുദ്ധി രാക്ഷസൻ, പക്ഷെ പുവർ ആറ്റിറ്റ്യൂഡ്, വളരെ പുവർ ആറ്റിറ്റ്യൂഡാണ്. കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് പോക്കോ, ഇവിടെ നിങ്ങൾ ചെയ്യാനില്ല, എനിക്ക് സമയം, നിങ്ങൾ എല്ലാം കുത്തിമറിച്ചൊന്നും ഇടല്ലേ. അപ്പം പുവറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവിടെ വന്ന് കസ്റ്റമർ പോവുകയല്ലേ ചെയ്യും അല്ലേ. ഒരിക്കലും അവരെ നമുക്ക് കൊണ്ടുപോകാനേ പറ്റില്ല. ഈ ക്വാളിറ്റീസ് ഓഫ് പോസിറ്റീവ് പീപ്പിൾ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞത് അതിന്റെ ഫാക്ടേഴ്സ് ആണ്, ഇപ്പൊ പറയുന്നത് അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഒരാൾക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റീസ് എന്താണ് സാധാരണ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് സാധാരണ ഉണ്ടാകുന്ന ക്വാളിറ്റികൾ. They see the positive side of things and they are able to bounce Yes. back at the difficult situations. They Exactly. always acknowledge gratitude. They are open-minded, as you described. അതാണ്, അവര് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അവര് എന്ത് കണ്ടാലും അതിന്റെ ഇതില് നമ്മൾ അവരെടുക്കും, അതുപോലെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ ഒന്നുകൂടെ പറയും. മാഡം ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എനിത്തിങ് എൽസ്? പറയൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഉറങ്ങുന്നവരുടെ ഉറക്കം കളയാൻ കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പോസിറ്റീവ് പീപ്പിൾസിന്റെ എക്സ്ട്രാ ഇനിയുള്ള ആറ്റിറ്റ്യൂഡ്സ്, കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പേരുണ്ട്? 21 പേരുണ്ട്. 21 പേരുണ്ട്. ആരെങ്കിലൊക്കെ ഒന്ന് പറയൂ, ഒന്നില്ലെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ്. They are dynamic. they are very dynamic. Exactly, they are very dynamic. ഇതിൽ ഞാൻ വാക്കെഴുതി റെസിലിയൻസ്, അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ തോറ്റു വീണാലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തു വരും. അതാണ് പോസിറ്റീവ്. ഞാനത് നേടിയെടുക്കും. സക്സസ്, നഷ്ടങ്ങൾ സംഭവിച്ചു, കട പൂട്ടിപ്പോയി, അങ്ങനെ അതിട്ട് എനിക്ക് രക്ഷയില്ലാതെ പോകുന്നിടത്ത് നിന്ന് വീണ്ടും തിരിച്ചു വരിക, എന്നിട്ട് കാര്യങ്ങൾ നടത്താം, എന്നിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആകുക. റെസിലിയൻസ്, ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ്. അവർക്ക് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളതാണ് അല്ലേ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ എംപതി, മറ്റുള്ളവരുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ്. പ്രൊആക്ടിവിറ്റി, കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഹ്യൂമിലിറ്റി, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ്. കൈൻഡ്നെസ്, കമ്പാഷനേറ്റ്,
കമ്പാഷൻ എന്ന് പറയുന്ന സംഗതി അടിപൊളി സംഗതിയാണ്, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പാഷൻ കാണിക്കും. ആ കമ്പാഷൻ അത് ഗംഭീരമാണ്. നല്ല ഹെൽത്ത് ഉണ്ടാവില്ലേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവർക്ക്? നെഗറ്റീവുള്ളവർക്ക് സ്ട്രെസ് തന്നെയായിരിക്കും അല്ലേ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പൊതുവെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ പറയും, എപ്പോഴും നോ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും ആ ഒരു സൈഡിൽ പോകുന്നവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. ഓഫീസിലായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. ഒരു പോസിറ്റീവായിട്ടോ മറ്റുള്ളവരായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അഡാപ്റ്റബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആകും, അത് ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ പെട്ടെന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കും. പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് എന്ത് പറയണം, സേ നോ എന്നാണ് ആദ്യം പറയുന്നത്. ആദ്യം വരുന്നത് നെഗറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള യെസ്. അപ്പോൾ എന്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മളെല്ലാം കൂടിയിരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ചിലത് അല്ലേ, എവിടുന്ന് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഒക്കെ പോസിറ്റീവായിട്ടുണ്ട്. മറ്റുള്ളവർ ഇങ്ങനെ മുഖം കുറിപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ചില എൻ്റെ ഒരു ഇതാണ്, പലപ്പോഴും ഈ മാനേജേഴ്സ്, നെഗറ്റീവായിട്ടുള്ള മാനേജേഴ്സിനെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നേരെ പോസിറ്റീവ് ആണെങ്കിലോ, ഒരു പോസിറ്റീവ് മാനേജർ ആണെങ്കിലോ ഭയങ്കര അല്ലേ, ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും നമുക്ക്. രണ്ടു തരത്തിലുള്ള ആൾക്കാർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ? വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് യു ക്യാൻ നെവർ ഹാവ് എ ബാഡ് ഡേ. ശരിയല്ലേ? എന്തിലും പോസിറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഒരിക്കലും ഇതായി പോവില്ല. പക്ഷെ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് യു ക്യാൻ നെവർ ഹാവ് എ പോസിറ്റീവ് ഡേ. തുടക്കത്തിലെ കാലത്ത് എഴുന്നേറ്റിരുന്ന് ബഹളം, ചായ തന്നില്ല, പത്രം എവിടെ, ഇങ്ങനെയൊക്കെ ബഹളം വെച്ചാൽ ആ ദിവസം നശിപ്പിച്ച് കളയുന്നത്. അതാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്ക് ഒരിക്കലും ഒരു ബാഡ് ഡേ ഉണ്ടാവില്ല. നെഗറ്റീവായിട്ട് പെരുമാറിയാൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ഡേ ഉണ്ടാവില്ല. നമ്മൾ റോണ്ട ബയന്റെ ബുക്ക് ഉണ്ടല്ലോ, ദ സീക്രറ്റ്, അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പോസിറ്റീവ് തോട്ട്സ് അട്രാക്ട് പോസിറ്റീവ് റിസൾട്ട്സ്, വൈൽ നെഗറ്റീവ് തോട്ട്സ് അട്രാക്ട് നെഗറ്റീവ് ഔട്ട്കംസ്. റോണ്ട ബയന്റെ ബുക്കിലെ സീക്രറ്റിലുള്ള ഇതാണ്, അത് തിയറിയാണ്. നമ്മൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ഡിസൈർ ചെയ്താൽ ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു ടു ഗെറ്റ് ഇറ്റ്. കാരണം അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ പല ടെക്നിക്കുകൾ ഇപ്പോൾ ഇവിടെ ഉള്ള സാറൊക്കെ, നമ്പൂരി സാറൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളത് സ്ട്രോങ് ആയിട്ട് ഡിസൈർ ചെയ്താൽ നമുക്കത് കിട്ടുന്നതാണ്, അത് വരും. അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പറ്റുന്നത്. പോസിറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് എക്സ്പീരിയൻസസ്, നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് നെഗറ്റീവ് എക്സ്പീരിയൻസസ്. ഒരു ചെറിയ കഥ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാർപ്പറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇന്റീരിയർ ഡെക്കറേറ്റർ എന്നൊക്കെ പറയുന്ന ആ സ്റ്റാറ്റസ് ആണ്, ഇത് ബോറിംഗ് കഥയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു കാർപ്പറ്ററാണ്. അപ്പൊ പുള്ളി വളരെ നല്ല വീടുകൾ ഫർണിഷ് ചെയ്ത് നല്ല ഇത് കൊടുക്കുന്നതാണ്. ഇതിന്റെ ഉടമസ്ഥന് ഭയങ്കര സന്തോഷമായിരുന്നു, അയാളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇയാൾക്ക് എപ്പോഴും ഇയാളെ റിട്ടേൺ ചെയ്യാൻ നോക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞിട്ട് വയസ്സായപ്പോൾ അയാൾക്ക് തോന്നി, അല്ല മതി, ഇനി ഞാൻ കുറച്ച് സൂക്ഷിക്കട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ എൻ്റെ സന്തോഷങ്ങളിലൊക്കെ ചെയ്യട്ടെ, ഈ പണി നിർത്താം എന്ന് വെച്ചിട്ട് അയാൾ റിട്ടയർമെന്റ് ചോദിച്ചു. അപ്പോൾ ബോസ് ഭയങ്കര വിഷമായിരുന്നു അയാളെ വിടാനായിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ പോവല്ലേ, ഒരു കാര്യം ചെയ്യും, എനിക്ക് അവസാനമായിട്ട് നിങ്ങൾ ഒരു വീടും കൂടി ഉണ്ടാക്കി തരും പ്ലീസ്. ഞാൻ നിങ്ങളായിട്ടുള്ള ഇത്ര കാലത്തുള്ളതല്ലേ, ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഇത് ചെയ്ത്. അപ്പോൾ മനസ്സോടെ, ഇയാളുടെ പേര് ക്രിസ് എന്നാണ് അയാളുടെ പേര്. അപ്പൊ ക്രിസ് മനസ്സില്ല മനസ്സോടെ അഗ്രി ചെയ്യായിരുന്നു. പക്ഷേ സാധാരണ ഇയാള് 9 മാസമൊക്കെ എടുക്കും ആ വീട് തീർക്കാനായിട്ട്, സാർ ഏറ്റവും കുറഞ്ഞത്. പക്ഷേ ഈ തവണ അയാൾ വളരെ ഫാസ്റ്റായിട്ട് 2 മാസം കൊണ്ട്, കാരണം അയാൾ വീട്ടിൽ പോകണമല്ലോ, 2 മാസം കൊണ്ട് ആ വീട് തീർത്തു. അങ്ങനെ ഉപയോഗിച്ച സാധനങ്ങളൊന്നും അത്ര ഗംഭീരമായിരുന്നില്ല, ക്വാളിറ്റി കുറവായിരുന്നു. ഷോ ഉണ്ടെങ്കിലും ക്വാളിറ്റികളിൽ അയാൾ കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ അയാൾ പോവാണ്. അവസാനം ഇയാൾ വീട് പണിത് താക്കോൽ കൊണ്ട് ബോസിന്റെ അടുത്ത്, സാറേ ഞാൻ എൻ്റെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് താക്കോൽ പിടിച്ചു, ഞാൻ പോവാണ്, ഇനി ഇല്ല കേട്ടോ, ഇനി ചോദിക്കരുത്. അപ്പൊ ബോസ് എന്ത് ചെയ്തു, ബോസ് ആ താക്കോൽ ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. നിങ്ങൾ എന്നെ ഇത്ര നാൾ സേവിച്ചതിനും ഇത്ര നാളെ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതിനും എൻ്റെ ഒരു സമ്മാനമാണ്, നിങ്ങൾ അത് എടുത്തോളൂ. ആ വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണിപ്പിച്ചത്. എന്തുണ്ടാകും? കാർപ്പറ്റർ വാസ് ഷോക്ക്ഡ്. കാരണം വാട്ട് എ ഷെയിം, ഈ ബിൽഡിംഗ് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ എത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയേനെ. അപ്പൊ അദ്ദേഹത്തിന് അത് ഭയങ്കര വിഷമായി പോയി. അതേപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ഡെയിലി നമ്മളവിടെ നമ്മുടെ ജീവിതം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നല്ല എഫർട്ടുകൾ നമ്മൾ ഇടുന്നില്ല. പക്ഷെ നമ്മൾക്കായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തേനെ. പക്ഷെ നമ്മുടെ എല്ലാം നോക്കി നമ്മൾ പലപ്പോഴും ഓഫീസുകളിലൊക്കെ അതിൽ പണിയുമ്പോൾ പലപ്പോഴും നമ്മൾ ലെസ് എഫർട്ട് എടുക്കുന്നു. ഇത് നമുക്ക് ഇനി ഭാവി ജീവിക്കാനുള്ളതാണ് എന്നുള്ള ചിന്ത അവിടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. പക്ഷെ പിന്നീട് ഈ നമ്മുടേതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ ലോകവും ഈ ജീവിതമൊക്കെ നമ്മുടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ
നമുക്കിനി ഇത് സമയം കഴിഞ്ഞു, വയസ്സായി, ഇനി ഇത് രണ്ടാമത് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ therefore build your house beautifully and wisely. അതാണ് ആ സ്റ്റോറി പറയുന്നത്. ചെറിയൊരു പിക്ചർ കൂടി ഇട്ടിട്ടുണ്ട്. ഇതിന്റെയാണത്. എന്താണത്? ബാലഗോകുലം അല്ലേ? അതെ, ബാലഗോകുലത്തെ പറയാന് ആ ഈ ഉറി അടിക്കുന്ന ഉറിയടി എന്നാണ് പറയുന്നത്. ആ സമയത്തുള്ളതാണ്, കൃഷ്ണ ജയന്തിക്കുള്ളതാണ്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മളിതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കണമെന്നില്ല. അതൊരു ബിഹേവിയർ ആയിട്ട് വന്നാലോ, ആ ആറ്റിറ്റ്യൂഡ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ബിഹേവിയർ ആയിട്ട് വന്നാലോ, അവിടെ ആ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ നേരിട്ട് ചിന്തിക്കുകയാണെങ്കിലും എല്ലാം കൊളാപ്സ് ചെയ്യും, ട്രാജഡി ആയിരിക്കും അവിടെ. പലപ്പോഴും പലരും പറയും ഐ കാൺ ഡു ഇറ്റ് അല്ലേ, ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പറയും ഐ കാൺ ഡു ഇറ്റ്. പക്ഷേ ആ കത്രി വെച്ചിട്ട് ആ തീ വെട്ടിയാലുണ്ടാകുന്ന സംഗതി എന്താ? ഐ ക്യാൻ ഡു ഇറ്റ് എന്നാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സീനിയർ ആയിട്ടുള്ള എനിക്ക് പറയാൻ പാടില്ല, എന്നാലും പറയാണ്, ലെറ്റ് us bring some changes by our thinking, feeling and behavior, by changing our attitude and say I can do it. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സംഗതി. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഫീഡ്ബാക്ക്. താങ്ക് യു വെരി മച്ച് സാബു സാർ ഫോർ ഗിവിംഗ് ദിസ് പ്ലാറ്റ്ഫോം അഗെയിൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വളരെ വളരെ മനോഹരം. നമ്മൾ സൈക്കോളജി ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, ഇത് രണ്ടും ഒരമ്മ പറ്റ മക്കളെ പോലെ അല്ലേ, അത്രമാത്രം കണക്റ്റഡ് ആണെന്ന് വളരെ കൃത്യമായിട്ട് സാറ് പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിലൂടെയൊക്കെ കടന്നുപോയി. രണ്ടു തരം മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റും. നമ്മളിൽ ഏത് മൈൻഡ് സെറ്റാണ്, ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും തിങ്ക് ചെയ്തത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിൽ ഇതുവരെ നമ്മൾ നേടിയത്, ഇതൊക്കെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ പാതയിലാണോ അതോ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ പാതയിലാണോ? അതുപോലെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിൻ്റെയും ഒരു കമ്പോണൻ്റ്, ഒരു ഏറ്റവും പ്രോപ്പർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് തന്നെയാണ്. ബിഹേവിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ടോട്ട് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഈസ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. ദെൻ ഒരു തോട്ട്, ദാറ്റ് ഈസ് അഡൽട്ട്, ആൻഡ് ഫൈനലി ഒരു ഫെൽറ്റ് മൈൻഡ് സെറ്റ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് സബ്ജക്റ്റീവാണ്, ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കുന്നു, അതിലൂടെ തീർച്ചയായിട്ടും ആറ്റിറ്റ്യൂഡും അതുപോലെ ബിഹേവിയറും ഒക്കെ നമ്മളുടെ ഔട്ടർ പാർട്ടായി കടന്നു വരാം. മൈൻഡ് സെറ്റ് മനസ്സെപ്പോഴും അകത്താണല്ലോ ഇരിക്കുന്നത് അല്ലേ, അത് ആർക്കും അറിയാൻ പാടില്ലല്ലോ. പക്ഷെ അത് പുറത്ത് കാണിക്കുന്ന രണ്ട് ഘടകങ്ങളായിട്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ആദ്യത്തെ ഘടകം ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ തലമാണ്. അതിനുശേഷം ബിഹേവിയറിൻ്റെ തലത്തിലൂടെയും പുറത്തു വരാം. സോ താങ്ക് യു സർ. വളരെ മനോഹരമായി നമ്മുടെ മൈൻഡ് സെറ്റുകളെ കൃത്യമായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം, അതിൻ്റെ സൈക്കോളജിക്കൽ വശങ്ങളും മനോഹരമായ ഉദാഹരണങ്ങളും ഒക്കെ സാർ തന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. യെസ്, എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ തലങ്ങളെന്ന് ഷാജിമാത് സാർ സ്റ്റാർട്ട് ചെയ്യും. ജോഷി സാറിൻ്റെ ക്ലാസ് എല്ലായ്പ്പോഴും പോലെ ഇപ്പോഴും സൂപ്പറായിരുന്നു. സാറ് പിന്നെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ അതിലൂടെ ടീയുടെ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കി. ആറ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഡിക്ഷണറിയിലെ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സാർ ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. സാറിൻ്റെ ഹൂ മൂഡ് വിത്ത് ചീസ് എന്നുള്ള ബുക്ക് പ്രസൻറ്റേഷൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിൽ നിൽക്കുന്നു. സൂപ്പർ പ്രസൻറ്റേഷൻ. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു ജോഷി സാർ. ഓക്കെ, താങ്ക് യു ഷാജി സാർ. ദെൻ ഇനി ആരാ പറയുന്നത്? അൽകുമാർ സാർ. മഴയാണ് സാറേ, ഒന്നും കേൾക്കുന്നില്ല. മഴയുണ്ട്, കറണ്ട് വന്നതും. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഡോക്ടർ സുധോധനൻ. സർ, വളരെ സൗമ്യമായൊരു ക്ലാസ് ആയിരുന്നു. Am I audible? Yes. വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള സൗമ്യമായിട്ടൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ ഞാൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകാരനാണെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ?
ആ, എല്ലാവർക്കും അവരവർ വളരെ പോസിറ്റീവാണ് എന്നല്ലേ കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ തീരുമാനങ്ങൾ, അവനവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവനവൻ്റെ ബിഹേവിയർ ഇതൊക്കെയാണ് ഏറ്റവും പ്രിയങ്കരമായിട്ട് ഒക്കെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ നമ്മുടെ കാർപ്പൻ്റർ പിരിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഭംഗിയുള്ള വീട്, അത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വല്ല വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് എൻ്റെ ഭാര്യ അഴകായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ഭംഗിയായിട്ട് വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടുള്ള വീടാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ വളരെ ഭംഗിയാക്കി അദ്ദേഹം അത് നിർമ്മിക്കുമായിരുന്നു എന്ന് സാറ് പറഞ്ഞപ്പോൾ, സാബു സാറൊക്കെ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും ഒക്കെ ഞാനത് ആലോചിച്ച് പോവുകയായിരുന്നു. അപ്പോൾ അത് ആറ്റിറ്റ്യൂഡിനേക്കാൾ നമ്മളെ ഹൗ അതേഴ്സ് ലുക്ക് അറ്റ് അസ് എന്നുള്ള ഒരു ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ നമ്മുടെ ഈ പ്രകടനങ്ങളും നമ്മൾ എല്ലാം കാണിച്ചു വെക്കുന്നത്. ഇത് ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു വിവാഹത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കടം മേടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തതെങ്കിലും പുറമേ നോക്കുന്നവർക്ക് തോന്നും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കല്യാണം. അവിടെ മ്യൂസിക് ഉണ്ട്, സ്റ്റേജിലേക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഷൂട്ടിങ്, പിന്നെ സ്റ്റേജ് ലൊക്കേറ്റ് ഇവിടെ ഈ കോസ്മോപൊളിറ്റൻ ക്ലബിൻ്റെ ഹാളിലാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ കടം മേടിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിൽ അദ്ദേഹത്തിന് ഭയങ്കര സംതൃപ്തി കിട്ടുന്ന ഒരു പ്രകടനം. അതപ്പോൾ കുടുംബത്തിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇരുത്തം വന്നവരൊക്കെ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണ്ടു നോക്കുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാവരും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് ചോദിച്ചാൽ അവരെല്ലാം പോസിറ്റീവ് ആണെന്നാണ് അവരുടെ വിചാരം. പക്ഷെ സമൂഹത്തിന് അവർ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇയാൾ മഹാ കാർക്കോടകനാണോ, അതോ ഈ സൗമ്യനായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയാണോ എന്നൊക്കെ മറ്റുള്ളവർ വിലയിരുത്തട്ടെ. അപ്പോൾ അവനവൻ എപ്പോഴും എല്ലാവരും പോസിറ്റീവ് ആണെന്ന് തന്നെയല്ലേ. ജോഷി സാർ ഈ ആരെങ്കിലും ഞാൻ നെഗറ്റീവ് ആണെന്ന് പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഐ എം നെഗറ്റീവ്, ഐ എം ടോട്ടലി നെഗറ്റീവ്, ഒരു അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ആരെയും. സാറേ, ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഒബ്സർവബിൾ, ഇറ്റ് ഈസ് ഇൻസൈഡ്. പിന്നെ ഭയങ്കര മനഃശാസ്ത്രജ്ഞനൊക്കെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അകത്തെന്താന്നുള്ളത്. പറയാം, ബിഹേവിയർ ഉണ്ടാകാം, അങ്ങനെ പറയാൻ സാധ്യതയില്ല. സാധാരണ ആക്ട് ചെയ്ത് കാണിക്കുവര് പലപ്പോഴും, പറയാതെ. അല്ലെ, ഹിഡൻ ആണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. താങ്ക് യു. നല്ല സൗമ്യമായൊരു ക്ലാസ് ആയിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റിരിക്കാൻ ഒരു സുഖമായിരുന്നു. ഓക്കെ, ദെൻ റോയ് സാർ, ജാനകിദാസ്. യെസ് റോയ് സാർ പറയും. വളരെ നാളുകൾക്ക് ശേഷം ജോസി സാറിനെ കാണുന്നു. ഓക്കെ, ഈ ആറ്റിറ്റ്യൂഡ് മേക്സ് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് മാൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടകങ്ങളെല്ലാം വളരെ ഭംഗിയായി സാറ് വളരെ സൗമ്യമായി പറഞ്ഞു തന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. കാരണം ഇതെല്ലാം വളരെ സിമ്പിളാണ്. ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സാർ പ്രസന്റ് ചെയ്തത്. ഓക്കെ സാർ, നല്ല ഒരു പ്രസന്റേഷൻ, സൗമ്യമായ പ്രസന്റേഷൻ. ഈ മനോഭാവം എന്ന് പറയുന്നത് എന്താണ് എന്ന് മലയാളത്തിൽ തിരിച്ചറിയാൻ ഞാൻ ഇവിടെ തന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രസന്റേഷൻ കഥ. പക്ഷെ അതിപ്പോ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ സാർ, കേൾക്കട്ടെ. അതായത് കോതമംഗലത്ത് അടുത്തൊരു ഇലക്ട്രിസിറ്റി ലൈൻമാൻ ഉണ്ടായിരുന്നു. അയാൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കിട്ടിയ കാറ്റിന് മുഴുവൻ വെള്ളം അടിച്ച് ആടി തിരിച്ച് മുണ്ടൊക്കെ എടുത്ത് തലയിൽ കെട്ടിയാണ്. അപ്പൊ ഇയാൾ അത്രയ്ക്ക് വഷളായി വരുന്നത് കൊണ്ട് ആൾക്കാരൊക്കെ ആ സമയത്ത് പെൺകുട്ടികളെയൊക്കെ പിടിച്ച് അകത്ത് കയറ്റി വാതിലടയ്ക്കും. ഇങ്ങേരങ്ങ് പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുന്നവരെയും വളരെ സാഹചര്യങ്ങളും എല്ലാം വളരെയധികം അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക. അപ്പൊ ഇയാൾക്ക് 2 ആമക്കളാണ്. അപ്പോ ഇയാളൊന്ന് ഈ നാട്ടിൽ നിന്നൊന്ന് വേർപെട്ട് പോയായിരുന്നെങ്കിൽ ഈ നാട് രക്ഷപ്പെട്ടാലും ഞങ്ങൾക്കൊക്കെ വളരെ സൗമ്യമായിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതി നാട്ടുകാരെല്ലാം അങ്ങനെയായിരുന്നു. ഇങ്ങനെയൊന്ന് മരിച്ചുപോയി പറയുന്നത്. എന്ത് പറയാനാ, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നവൻ മരിച്ചുപോയി. സന്തോഷമായില്ല. പക്ഷേ അയാളുടെ ഇളയ മകൻ അയാളെക്കാളും വലിയ ഒരു മദ്യപാനിയും വഷളത്തരംകാരനുമായിട്ട്. മൂത്ത മകൻ അങ്ങനെയല്ല, മദ്യം കഴിക്കുന്നവരെ അദ്ദേഹം
മൈൻഡ് ചെയ്യാന്ന് മാത്രമല്ല വളരെ ഇതായിട്ട്. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് മക്കൾ വ്യത്യസ്തമായ രണ്ട് ആറ്റിറ്റ്യൂഡിൽ വളർന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിനകത്ത് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇളയ മകൻ കണ്ടത് എൻ്റെ അപ്പൻ ആരായിരുന്നു. ആ അപ്പൻ വരുമ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം കിടുകിട വിറയ്ക്കും, അയൽവക്കത്തുള്ളവരൊക്കെ അകത്ത് കയറി വാതിലടയ്ക്കും. അമ്മ കിലുകില വിറച്ച അച്ഛൻ പറയണ പോലെ എല്ലാം കേട്ട് ചെയ്തു കൊടുക്കും. പക്ഷെ മൂത്തവൻ പറഞ്ഞു, എൻ്റെ അമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഈ നാട്ടുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാവരുത്, എൻ്റെ അച്ഛനായിട്ടുണ്ടായത്. അതൊരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ വളർന്നത്. അപ്പോൾ ഇവിടെ വന്നത് ആറ്റിറ്റ്യൂഡാണ്. രണ്ടുപേരുടെയും ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് ആൺകുട്ടികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് തമ്മിൽ വ്യത്യാസം വന്നതാണ് അവിടെ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ രണ്ട് ആറ്റിറ്റ്യൂഡ് അവിടെ കണ്ടത്, അതിൻ്റെ ഒരു ഇതാണ് അവിടെ ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു. ജോർജ് സർ. താങ്ക് യു സർ. ജോഷി സാറേ, ആദ്യമായിട്ടാണ് സാറിന്റെ സൈക്കോളജി ക്ലാസ് കേൾക്കാനായിട്ട് വന്നത്. വലിയ സന്തോഷം. നന്നായിട്ടുണ്ട്. മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. സാറ് ടിഎയുടെ ക്ലാസ് വലിയ മാനേജ്മെന്റ് ടെക്നിക്കൊക്കെ പലപ്പോഴും സാമ്പത്തികമൊക്കെ ആണല്ലോ അധികം കേട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സാറ് പറഞ്ഞ നിർത്താൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ കാണ്ട് ഡു ഇറ്റ് എന്നുള്ളത് ഒരു ചെറിയ പ്രയോഗം കൊണ്ട് ഒന്ന് മുറിച്ചാൽ ഐ ക്യാൻ ഡു ഇറ്റ്. അതുപോലെ തന്നെയാണല്ലോ നെഗറ്റീവിന് ഒരു വര ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവായി. എത്ര സിമ്പിളാണ്, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയ. അതെ, പോസിറ്റീവ് ആകണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. കാരണം ഈ പോസിറ്റീവും നെഗറ്റീവും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കും സ്വയം തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം എനിക്ക് എൻ്റെ ശരികളെല്ലാം ആണല്ലോ മറ്റൊരാൾ ആത്മാർത്ഥമായ വിലയിരുത്തി എന്നോട് പറയുകയോ എനിക്ക് ബോധ്യപ്പെടുകയോ ചെയ്താൽ എനിക്ക് തെറ്റുപറ്റി എന്ന തോന്നലുണ്ടാവുകയുള്ളൂ. അല്ലായെങ്കിൽ തൊട്ട് മുമ്പേ മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ ആരെങ്കിലും ഞാൻ നെഗറ്റീവ് ആണെന്ന് പറയുന്നവരില്ലല്ലോ. എനിക്ക് ശരിയാ, എല്ലാം എൻ്റെ ശരിയാ, എല്ലാവരുടെയും ശരികളാണല്ലോ കൂട്ടിമുട്ടുന്നത്. അത് എന്തായാലും സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ നന്നായി, ഒത്തിരി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ്. ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 100%, 100 മാർക്ക് കിട്ടുന്ന ഒരേ ഒരു വാക്ക് അതാണെന്നാണല്ലോ പറയുന്നത്. ആ വാല്യൂസ് കൂട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100 മാർക്സ് ആണ് അല്ലേ? നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് കമ്പയർ ചെയ്താല് ആൽബർട്ടിന്റെ വാല്യൂ ഇട്ട് വരുമ്പോഴേ 100 മാർക്സാണ് കിട്ടുന്നത്. 100 കിട്ടുന്ന ആറ്റിറ്റ്യൂഡിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും ഉള്ളതായി കേട്ടിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും നന്നായിരുന്നു. ടിഎയിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഇനി ആരുള്ള ഉഷ മാം, ജാനകിദാസ്. ഓക്കെ സർ, വീഡിയോ ഓൺ ആക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് സർ. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു സാറിന്റെ ക്ലാസ് കേൾക്കുന്നത്. കുറെ നാളുകളായിട്ട് ഇതിൽ കേറുന്നില്ല. കേറിയപ്പോ തന്നെ ഞാൻ പേഴ്സണൽ ലൈക്ക് എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് കേട്ടത്. അവിടെ തൊട്ട് ഞാൻ പിന്നെ എല്ലാം ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്. ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നതാണ്. ഞാൻ അന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വയ്ക്കും. എൻ്റെ ആഗ്രഹം, ഇപ്പോഴത്തെ ആഗ്രഹം ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്നായി പഠിക്കുക, അതിന് നന്നായി പ്രയത്നിക്കണം, വായന മുടക്കരുത്, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക, എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. എൻ്റെ ആഗ്രഹം ഞാൻ എഴുതുന്നു, ഞാൻ അതിനായി പരിശ്രമിക്കാറുണ്ട്, ഇതിനായി ഞാൻ നല്ലവണ്ണം ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ 2024 തീരുമ്പോഴത്തേക്കുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പം ഓടിച്ചു, ആഗ്രഹമായി. പക്ഷെ എനിക്ക് എല്ലാവരും മുന്നിലോട്ടും കൂടി ഇങ്ങനെ നമ്മളെ ടോൾസിനകത്ത് പറഞ്ഞത്, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, അവരൊരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് ഓടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത്. അപ്പം മോട്ടി സാറും നമ്മളെ അൻസാരി സാറൊക്കെ പറഞ്ഞു അത് വലിയ ഭാരമില്ല, നമ്മളെ എജ്ജിനത് ശരിയാവില്ല എന്ന്. എന്നിരുന്നാലും ബുള്ളറ്റ് അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് ഓടിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഞാനത് എടുത്തു.
പക്ഷേ 2 പ്രാവശ്യം വന്നപ്പോൾ തന്നെ മൂന്നാമത്തേന് എങ്ങനെയോ മറിഞ്ഞു വീണു. ഓക്കെ, എന്നിരുന്നാലും ഞാൻ ശ്രമം വിട്ടിട്ടില്ല. അതായിരുന്നു ഞാൻ ഒന്നാമത്തെ. പിന്നെ എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കും. ആര് തടസ്സം നിന്നാലും, എൻ്റെ വിജയത്തിന് ആര് തടസ്സം നിന്നിരുന്നാലും എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും. സമയം ഒന്നിൻ്റെയും പരിഹാരമല്ല, സമയം ഞാൻ കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് ഞാൻ ആറ്റിറ്റ്യൂഡായിട്ട് എഴുതുന്നത്. അതിന് ഏകദേശം മാച്ച് ചെയ്യുന്നതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. വളരെ നല്ല ക്ലാസ് സാർ. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Thank you. ഇതാണ് ഗ്രോത്ത് മൈൻഡ് Very സെറ്റ് എന്ന് good. പറയുന്നത് അല്ലേ? ഇതിനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഉഷമ പറയുന്നോ എന്തെങ്കിലും? നാഷ്. ഗുഡ് ഈവനിങ്. ജോഷി സാറിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്സിലൂടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അത് ബിഹേവിയർ ആയിട്ട് മാറുന്നത്, അതിനെക്കുറിച്ച് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ്, പിന്നെ അത് സ്റ്റോറീസും പിക്ചേഴ്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് സാർ പറഞ്ഞപ്പോൾ അത് വളരെ ക്യാച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിയിലെ ചൈൽഡ്, അഡൽട്സ്, പേരൻസ്, ഇങ്ങനെയുള്ള ഒരു 3 ഈഗോ സ്റ്റേറ്റിലും അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മളെ സൊസൈറ്റിയിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കൾച്ചറലി ഒക്കെ എങ്ങനെയാണ് നമുക്കത് സെറ്റ് ആവുന്നത്, അത് ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെയാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ കോണ്ട് എന്നുള്ളത് ഐ ക്യാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരാനായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ആവേണ്ടത് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് സാർ അത് അവതരിപ്പിച്ചു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അവര് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡാപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും, എംപതറ്റിക് ആയിരിക്കും, അതുപോലെ തന്നെ അവര് ഹാപ്പിനെസ് കൂടുതലുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. വളരെ നന്നായിട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്തു. താങ്ക് യു സോ മച്ച്. സാബു സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ജോഷി സാറിന് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ജെൻ സാർ ഉണ്ടോ? ഓക്കെ, ജോഷി സാർ പറയൂ. താങ്ക് യു സർ. ഇല്ല, ഭയങ്കര മഴയായിട്ടൊന്നും ക്ലാരിറ്റിയോട് കേൾക്കാൻ പറ്റിയില്ല. അത്ര ഉണ്ടായി. നല്ല മഴയാണ്, സൗണ്ട്. മഴയുടെ നെറ്റ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നെറ്റും കിട്ടില്ല. നെറ്റ് പ്രശ്നമുണ്ടാവും. ഓക്കെ, അപ്പോൾ ജോഷി സാർ താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സൈക്കോളജി ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, ഗ്രോത്ത്. ഐ ഷുഡ് താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നാളെ നമുക്ക് കഥയിലും കൊണ്ടൊരു കാര്യം, ചെറിയ കഥകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സോ താങ്ക് യു ജോഷി സാർ വൺസ് അഗൈൻ. താങ്ക് യു വൺസ് അഗൈൻ. സൗകര്യമുള്ളപ്പോഴൊക്കെ വരും. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് നൈറ്റ്. See you.